എന്ന് പറയുമ്പോൾ അത് കൂടി വരണം. നമുക്കറിയണ വിഷയം തന്നെയായിരിക്കും. ഇതിൻ്റെ മുമ്പ് വന്ന രണ്ടാചാര്യന്മാരെ എനിക്കറിയാം. ഒന്ന് വയപ്പുറം പ്രസാദേട്ടനാണ്, പിന്നെ നവീനേട്ടൻ. ഞങ്ങളൊക്കെ ഒരു സ്കൂളാണ്. അതുകൊണ്ട് അവരൊക്കെ പറഞ്ഞ വിഷയത്തിനേക്കാൾ അപ്പുറമൊന്നും പറയാൻ എനിക്കറിയില്ല. അവർ പറഞ്ഞ വിഷയം ഒന്നും കൂടി ഒന്ന് വഷളാക്കി അങ്ങോട്ട് പറയാമെന്നല്ലാതെ അതിനപ്പുറമൊന്നും പറയാൻ അറിയില്ല. ഏതായാലും കുറച്ച് സമയം ഇരുന്ന് ചിന്തിക്കാം. രാമായണത്തെ പറ്റി ചിന്തിക്കണം. അറിയണ വിഷയമാണെങ്കിലും അത് ചർച്ചയിൽ വരണം. നമുക്ക് അറിഞ്ഞിരുന്നുകൊണ്ട് കാര്യമില്ല. അത് ബസ് സ്റ്റോപ്പിൽ ഇരുന്നിട്ടും പറയണം, അമ്പലങ്ങളിൽ ഇരുന്നിട്ടും പറയണം, കുടുംബത്തിൽ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യണം. കാരണം അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പം നടന്നു പോകുന്നത്. പണ്ടത്തെക്കാൾ അധികം. പണ്ടെങ്ങനെയൊന്നും ഈ ഒരു പ്രഭാഷണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയും. അന്നതിൻ്റെ ആവശ്യമില്ലായിരുന്നു. എല്ലാവരുടെ ഉള്ളിൽ രാമായണം ഉണ്ട്. ഇന്നിപ്പോൾ അത് ആവശ്യമുണ്ട്. ഇന്നിപ്പം ധർമ്മത്തെ പറ്റിയൊക്കെ ധർമ്മം എന്ന പദം തന്നെ ഒഴിവാക്കണം എന്നുള്ള അഭിപ്രായമാണ് അധികം പേർക്കും. ഞാൻ അധ്യാപകനാണ്. മാത്രമല്ല എൻ്റെ സമപ്രായക്കാരായിട്ടുള്ളവരോടൊക്കെ ഞാൻ വർത്തമാനം പറയുമ്പോഴും കൂടുമ്പോഴും കുറച്ചും കൂടി അധികം ഒരു പക്ഷേ നിങ്ങളെക്കാൾ ആ വിഷയത്തെപ്പറ്റി എനിക്കറിയും. അവരുടെയൊക്കെ ഒരു സങ്കല്പം അനുസരിച്ച് ഇപ്പം കുടുംബം എന്നുള്ള വാക്ക് തന്നെ ഒരു മോശം വാക്കാണ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവിടേക്കാണ് ഇതിൻ്റെ പ്രസക്തി. രാമായണത്തിൻ്റെ അല്ലെങ്കിൽ ഈ ചിന്തകളുടെ പ്രസക്തി അവിടെയാണ്. ധർമ്മം എന്ന പദം തന്നെ ആവശ്യമില്ല. അതൊക്കെ എടുത്ത് മാറ്റേണ്ട സമയം കഴിഞ്ഞു. എന്താ ധർമ്മം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് രാവണന്റെ ഫാൻസ് കൂടി വരികയാണ്. രാവണൻ നല്ല മാന്യനാണ്, രാവണനെ പോലെ ആവണം, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കോളേജുകളിലൊക്കെ ഇപ്പോൾ രാവണന്റെ ഫ്ലക്സാണ് കൂടുതൽ. അതിൽ അവരുടേതായിട്ടുള്ള ന്യായങ്ങളൊക്കെ ഉണ്ട്. അവർ പറയുന്ന കാര്യം രാവണൻ സീതയെ പൊന്നുപോലെ നോക്കിയെന്നാണ്. ദേഹത്ത് തൊട്ടിട്ടില്ല, ഉപദ്രവിച്ചിട്ടില്ല, രാവണൻ വളരെ മാന്യനാണ്. അതിൻ്റെ കാരണം അവർക്കറിയില്ല. അതൊക്കെ ഇപ്പോൾ രാമായണം വായിച്ചാലേ അറിയുള്ളൂ. അധികം ഇന്ന് ലോകത്തിൻ്റെ വലിയൊരു പ്രശ്നം രാമായണം വായിക്കുന്നില്ല, മറിച്ച് രാമായണത്തെ പറ്റിയിട്ടുള്ള നിരൂപണം കുറെ വായിക്കുന്നുണ്ട്. അത് നല്ല നിരൂപണമല്ല വായിക്കുന്നത്. അതാണ് വിഷയം. ഏതൊരു ശാസ്ത്രം കൈകാര്യം ചെയ്യുമ്പോൾ എങ്ങനെ വേണമെന്നൊക്കെ ആദ്യ ശാസ്ത്രം തന്നെ പറയുന്നുണ്ട്. അതിനോടൊരു വിശ്വാസം, ശ്രദ്ധ പ്രധാനം. അത് വളരെ വിനയത്തോടും ശ്രദ്ധയോടും കൂടി വായിക്കുമ്പോഴേ അത് വേണ്ടതുപോലെ നമ്മളെ അനുഗ്രഹിക്കുള്ളൂ, നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവുള്ളൂ. എന്തിനാണ് രാമായണം അല്ലെങ്കിൽ കാവ്യം എന്തിനു ചോദിച്ചാൽ അത് കാവ്യപ്രകാശകാരൻ തന്നെ പറയുന്നുണ്ട്. മമ്മട ഭട്ടൻ കാവ്യം യശസേ അർത്ഥകൃതേ ശിവേതരക്ഷതയെ വ്യവഹാരവിധേ കാന്താ സംമിതതയാ ഉപദേശയുജി. എനിക്കാണ് പറയുക. കാവ്യം കൊണ്ട് പല ലാഭമുണ്ട്. ഒന്ന് യശസ്, സൽപ്പേരുണ്ടാവും, നല്ല പേരുണ്ടാക്കാം. ഇങ്ങനെയൊക്കെ രാമായണത്തെ നമ്മൾ പറയുന്ന സമയത്ത് നാലാൾ അറിയും. നാളെ പേപ്പറിലൊക്കെ വന്ന 10 പേരും കൂടി അറിയും. അങ്ങനെ അയാളെ പറ്റിയൊക്കെ ഒന്ന് ഒരു പേരുണ്ടാവും. 2 അർത്ഥകൃത, ധനം സമ്പാദിക്കാം. ധനം ഇങ്ങനെ സമ്പാദിക്കുന്നതിനേക്കാൾ എളുപ്പം വേറൊരു മാർഗമുണ്ട്. അതാണ് ഇപ്പോൾ കൂടുതൽ നടക്കുന്നത്. രാമനെ പറ്റുമ്പോൾ വിമർശിക്കുക. ഒരു 5 മിനിറ്റ് കൂടുമ്പോൾ രാമനെ വിമർശിച്ചാൽ അതിന് കാശ് തരാൻ ധാരാളം പേര്, അധികം പേരുണ്ടാവും. നമ്മളോട് തന്നെ ഒരാൾ ചോദിച്ചിട്ടുണ്ട്, സാറ് പറയണതൊക്കെ ഒന്ന് ഞാൻ പറയണത് പോലെ ഒന്ന് പറയുകയാണെങ്കിൽ എന്ന് പറഞ്ഞ് ഒരാൾ സമീപിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ആലോചിക്കുകയാണ്, അപ്പം എത്ര പേരെ എങ്ങനെ സമീപിച്ചിട്ടുണ്ടാവും? ഒന്ന് തിരിഞ്ഞാൽ മതി, ഇത്രയേ വേണ്ടു. അപ്പം അങ്ങനെയൊക്കെ ധാരാളം നടക്കുന്നുണ്ട്. അർത്ഥം സമ്പാദിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷെ സംസ്കാരം എന്നുള്ള വിഷയം ഒന്നും ഇല്ലെങ്കിൽ, ധർമ്മം എന്നുള്ള വിഷയം ഇല്ലാത്തവർക്ക് അതിനും തയ്യാറാണ്. അവർക്ക് മുഖ്യം അർത്ഥമാണെങ്കിൽ. പിന്നെ ഒന്ന് വ്യവഹാരവിധയാണ്. വ്യവഹാരത്തിൽ, നമ്മളെ സ്വഭാവത്തിൽ വ്യവഹരിക്കുന്ന സമയത്ത് എങ്ങനെ വേണം. പലരെയും നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. അവരോട് പെരുമാറുമ്പോൾ എങ്ങനെ വേണം, ആരെയും മുഷിപ്പിക്കാതെ, ആർക്കും ഒരു വിഷമമില്ലാണ്ട്. ഇന്നിപ്പോൾ പ്രധാന വിഷയം അതാണ്. നല്ലോണം പഠിപ്പും അറിവും ഒക്കെ ഉള്ള കുട്ടികൾക്ക് പോലും എങ്ങനെ പെരുമാറേണ്ടതെന്ന് അറിയില്ല. രക്ഷിതാക്കൾക്ക് തന്നെ പേടിയാണ് കുട്ടികളെ 4 ആളെ മുന്നിലേക്ക് കൊണ്ടുവരാൻ, പ്രത്യേകിച്ച് പ്രായമുള്ളവരുടെ മുന്നിലേക്ക്. കാരണം ഇത് എങ്ങനെ പെരുമാറുന്നുള്ളത് അവർക്ക് തന്നെ അറിയില്ല. പറയുമ്പോൾ വലിയ റാങ്കുകാരനൊക്കെ ആയിരിക്കും, പക്ഷേ തെങ്ങിനും കവുങ്ങിനൊക്കെ ഒരു തളപ്പാണ്. എങ്ങനെ ആരോടാ എങ്ങനെ എന്ത് പറയണം എന്നുള്ളതിനെ പറ്റി വ്യക്തമായ ഒരു ധാരണ ഇല്ല. പല രക്ഷിതാക്കളും പേടിച്ചുകൊണ്ടാണ് കഴിയുന്നത്. അതിനെപ്പറ്റിയൊക്കെ നമുക്കിപ്പോൾ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല, അറിയാം. അവിടെയൊക്കെയാണ് രാമായണത്തിൻ്റെ പ്രസക്തി അല്ലെങ്കിൽ കാവ്യത്തിൻ്റെ പ്രസക്തി. കാവ്യമൊക്കെ എന്തിനു ചോദിച്ചാൽ പ്രധാനമായ ഉദ്ദേശം വേദത്തിൽ പറഞ്ഞ കാര്യം സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ സരളമായിട്ട് പറയുക. ഇതാണ് കാവ്യത്തിൻ്റെ ഉദ്ദേശം. വേദോഗിലോ ധർമ്മമൂലം. വേദമാണ് നമ്മുടെ അടിസ്ഥാനം. അതിലിപ്പോൾ ഒരു സംശയമൊന്നുമില്ല. വേദമാണ് അടിസ്ഥാനം. പക്ഷേ വേദത്തിൽ പറഞ്ഞ കാര്യം സാധാരണക്കാർക്ക് മനസ്സിലാവുമോ ചോദിച്ചാൽ അവിടെ കുറച്ച് പ്രയാസമുണ്ട്. ഒരു 100 പേരിരിക്കുന്നുണ്ടെങ്കിൽ അതിലെ 70 പേർക്ക് എന്ത് മനസ്സിലാവുള്ളൂ? 30 പേർക്കേ വേദം മനസ്സിലാവുള്ളൂ. 70 പേർക്ക് മനസ്സിലാവില്ല. അതാണ് കുഴപ്പം. അത് ലോകത്തിൻ്റെ ഒരു പ്രശ്നമാണ്. വേദത്തിൻ്റെ ശൈലി എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പാകത്തിനല്ല. രാമായണം തന്നെ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പാകത്തിനല്ല. പിന്നെയല്ലേ വേദത്തിൻ്റെ കാര്യം. കരിമ്പും കരിമ്പ് ജ്യൂസും ഒരുപോലെയാണോ ചോദിച്ചാൽ രണ്ടും ഒന്ന് തന്നെയാണ്. പക്ഷേ രണ്ടും പ്രയോഗത്തിൽ വരുമ്പോൾ വ്യത്യാസമുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞു പോകുമ്പോൾ എല്ലാവർക്കും കരിമ്പിൻ്റെ കഷ്ണം തന്നാൽ എത്ര പേര് കഴിക്കും? എത്ര പേര് കഴിയും?
ക്ഷീണമായോ? ഇല്ല. 50 വയസ്സിന് താഴെയുള്ളവർ കഴിക്കുന്ന കാര്യം പ്രയാസമാണ്. അവർ വീട്ടിൽ പോയി പേരക്കുട്ടിക്ക് കൊടുക്കാൻ വിചാരിക്കും, പല്ലില്ല. നേരെ കുറച്ച് ജ്യൂസ് ആക്കിയിട്ട് കഴിഞ്ഞ് പോകുമ്പോൾ ഗ്ലാസ്സിലാക്കി തന്നാൽ പേരക്കുട്ടിക്കൊന്നും കൊടുക്കില്ല, അവിടെ തന്നെ കുടിച്ചിട്ടേ പോവുള്ളൂ. സംഗതി രണ്ടും ഒന്നും ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല, ശൈലിക്ക് വ്യത്യാസമുണ്ട്. ഇതുപോലെ തന്നെയാണ് വേദവും രാമായണവും. ഇവിടെ രാമായണ വിഷയമുണ്ടെന്ന് പറയുന്നു, പുരാണങ്ങളൊക്കെ അങ്ങനെ തന്നെ. വേദമാകുമ്പോൾ കരിമ്പാന്ന് കൂട്ടിക്കോളും. അല്ലെങ്കിൽ നല്ലൊരു വേറൊരു ഉദാഹരണം പറഞ്ഞാൽ കുറച്ചും കൂടി നമുക്കൊക്കെ പറ്റിയ ഉദാഹരണം, ബ്ലൂ പ്രിന്റ് പോലെയാണ് വേദം. ഒരു വീട് വെക്കണതിൻ്റെ ബ്ലൂ പ്രിന്റ് കിട്ടിയാൽ എത്ര പേർക്ക് മനസ്സിലാവും? ഒരു പക്ഷേ ആ വീട്ടിലെ ഗൃഹനാഥന് പിന്നെയും മനസ്സിലായി വന്നേക്കാം, ചിലപ്പം ഭാര്യയ്ക്ക് മനസ്സിലായിക്കോളുന്നില്ല, കുട്ടികൾക്ക് മനസ്സിലായിക്കോളുന്നില്ല. ഇടനാഴിക എത്ര വലിപ്പമുണ്ട്, എവിടെയോ വരിക, ബെഡ്റൂം എവിടെയാണ്, അതിൻ്റെ ആ ബ്ലൂ പ്രിന്റ് കണ്ടാൽ മനസ്സിലാവുമോ? എല്ലാം കൂടി വീടായിട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, അതല്ലാതെ ബ്ലൂ പ്രിന്റ് കണ്ടാൽ മനസ്സിലാവില്ല. ഇതുപോലെയാണ് വേദം. അത് അതിനെപ്പറ്റി കുറച്ചൊക്കെ അംഗങ്ങൾ പഠിച്ചവർക്ക്, ശിക്ഷാകല്പം, നിരുക്തം, വ്യാകരണം, ജ്യോതിഷം, ഛന്ദസ്സൊക്കെ പഠിച്ചവർക്ക് വേദം വായിച്ചാൽ ഇന്നതാ കാര്യം മനസ്സിലാക്കാം. അതല്ലാത്തവർ വായിച്ച് തെറ്റിദ്ധരിക്കാനും സാധ്യത ഉണ്ട്. വേദത്തിൻ്റെ ശൈലി ഉപദേശമാണ്. ഉപദേശം ആർക്കും ഇഷ്ടാവില്ല. ഞാനൊക്കെ നല്ലോണം കരുതലുണ്ട് ഉപദേശം അല്ലാണ്ട് നോക്കാൻ. കാരണം കൂടുതലും പ്രായമുള്ളവരായതുകൊണ്ട് ഭാഷയ്ക്ക് ഇങ്ങനെ നമുക്ക് പഠിപ്പിച്ചാലുള്ള പരിചയം. അതെല്ലാം എല്ലാവരെയും കുട്ടികളായിട്ട് കണ്ടങ്ങനെ ശമ്പളം നോക്കാണ്ട് പഠിപ്പിക്കും. എത്രയാ സാലറി വാങ്ങണം നമുക്കറിയില്ലല്ലോ, നമ്മളങ്ങോട്ട് ആ ശീലം കൊണ്ട്. അതുകൊണ്ടത് മാറ്റി മാറ്റി ഒന്നും കൂടി ഒന്ന് വിനയത്തിൽ കൊണ്ടുവരികയാണ്. അതാണ് ഭാഷയുടെ പ്രത്യേകത. വേദം ശാസിക്കുകയാണ്, ഉപദേശിക്കുക ചെയ്യുക. സത്യം പറയണം, സത്യം വധ. പണ്ടത്തേക്ക് ഒരു സമ്പ്രദായം എങ്ങനെയാണ്? സത്യം പറയണം എന്നങ്ങോട്ട് പറഞ്ഞാൽ പറയില്ല എന്ന് മാത്രമല്ല, രണ്ട് തിരിച്ചു പറയാൻ തോന്നും ചെയ്യും. പിന്നെ അന്ന് വയ്യാത്തോണ്ടാണ് നമുക്ക് തോന്നുന്നു, പറഞ്ഞില്ലെങ്കിലോ എന്ന് പറയാനാണ് തോന്നുക. പണ്ട് പിന്നെ അത് ചോദിക്കില്ല എന്നുള്ള ഒന്ന് ചോദിക്കും, കുട്ടികൾ ഇങ്ങോട്ട് ചോദിക്കും. കാലം മാറി മാറി വരികയാണ്. ധർമ്മം ജര എന്നങ്ങോട്ട് പറഞ്ഞാൽ എത്ര പേര് കേൾക്കും എന്നാണ് ചോദ്യം. ഇപ്പം ഇത്രയും പേര് കൂടി ഇരിക്കണം, സത്യം പറയണം എന്ന് പറഞ്ഞാൽ എത്ര പേര് കേൾക്കും? ഒരു 100 പേരിരിക്കുന്ന നിൽക്കുന്ന ഒരാൾ വന്ന് പറഞ്ഞു സത്യം പറയണം എന്ന് പറഞ്ഞാൽ അതിലെത്ര പേര് അത് കേൾക്കും? അപ്പം അന്വേഷിച്ച് പോയാൽ മനസ്സിലാവും, അതിലെ ഏറി വന്ന ഒരു 10 പേര് കേൾക്കുകയായിരിക്കും. അവരുടെ കാര്യത്തിന് സംശയം കേട്ടോ, അവരുടെ കാര്യം തന്നെ സംശയമാണ്. ആ 10 പേര് എന്ത് പറഞ്ഞാലും കേൾക്കും. അത്രയ്ക്കും സാത്വികന്മാരായിരിക്കും അവർ. അവർ പിന്നെ ഏത് ശൈലി, ഏത് ഭാഷ നോക്കില്ല, അവനവന് വേണ്ടത് നേരെ അവളത് ആരെങ്ങനെ പറഞ്ഞാലും അവർ കേൾക്കും. പക്ഷെ അല്ലാത്തവർക്കത് മതിയാവില്ല. ചിലർക്ക് പിന്നെ എന്ത് ചെയ്യണം, ഒന്നുകൂടി അവർക്ക് മനസ്സിലാവുന്ന വിധത്തിൽ പറയണം. സത്യം വധ എന്ന് പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഹരിശ്ചന്ദ്രന്റെ കഥയിലൂടെ മഹാഭാരതത്തിൽ പറയുന്നത്. സത്യം വധ ഒന്നും പറയണില്ല, പക്ഷെ ഹരിശ്ചന്ദ്രന്റെ കഥ ശ്രദ്ധിച്ച് കേൾക്കുന്ന ഒരു വ്യക്തിക്ക് ഹരിശ്ചന്ദ്രന്റെ കഥ കേട്ടില്ലേ, എല്ലാം നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന് ഭാര്യ പോയി, മക്കൾ പോയി, സമ്പത്ത് പോയി, തൻ്റെ രാജ്യം പോയി. ഒരു കളവ് പറഞ്ഞതൊക്കെ തിരിച്ചു കിട്ടും. എന്നിട്ട് പോലും അദ്ദേഹം സത്യാന്ന ചലിതോ മഹാൻ, അദ്ദേഹം സത്യത്തിൽ നിന്ന് ലേശം പോലും പിന്തിരിഞ്ഞില്ല. ഒരു കളവ് പറഞ്ഞൊക്കെ കിട്ടും, എന്നിട്ട് പോലും അദ്ദേഹം കളവ് പറഞ്ഞില്ല എന്ന് കേൾക്കുമ്പോൾ കേൾക്കുന്ന കുട്ടിക്ക് എന്ത് തോന്നും? പറ്റിച്ചാൽ ഹരിശ്ചന്ദ്രനെ പോലെ തോന്നും? ഇല്ല, ഹരിശ്ചന്ദ്രനെ പോലെ ആവണില്ലെങ്കിലും ഹരിശ്ചന്ദ്രനെ പോലെ ഉള്ളവരോ കണ്ടാൽ ഞാനൊന്ന് ആദരിക്കും. ഞാൻ എന്തായാലും സത്യം പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല, പക്ഷെ സത്യം പറയണവരെനിക്ക് ബഹുമാനം അതെങ്കിലും ഉണ്ടാവില്ലേ? അതെങ്കിലും മതി, മറ്റതില്ലെങ്കിലും സാരില്ല. ഇതിപ്പോൾ അതുമില്ല അവിടെ വിഷയം. സത്യം പറയുന്ന പണ്ടൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. ദുശീലം ഉണ്ടെങ്കിൽ പോലും ഇല്ലാത്തവരെ കണ്ടവരെ ഒരു ആദരവ്, ഞങ്ങൾ അത് കുടിക്കില്ല കേട്ടോ, ഞാൻ കുടിക്കെങ്കിലും കുടിക്കാത്തവരുടെ ഒരു ബഹുമാനം. ഇന്നിപ്പോൾ അതുമില്ല ഒരു തരത്തിലും. അതാണ് ശരി എന്നൊരു ബോധ്യം ഉണ്ടായിരുന്നു. തെറ്റ് താൻ ചെയ്യുന്നുണ്ടെങ്കിലും ശരി എന്തെന്നുള്ള ബോധ്യമുണ്ട്. ഇന്നിപ്പോൾ അതുമില്ല. എല്ലാം കൂടി കലർന്ന് ശരി എന്ത് തെറ്റെന്തെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയാണ്. അവിടെയാണ് ഇങ്ങനെയുള്ള ചിന്തകളുടെ പ്രസക്തി. രാമാധിപത് പ്രവർത്തിതവ്യം, രാമാധിപത് വർത്തിതവ്യം ന രാവണാധിപത്. രാമനെ പോലെ ആവണം, രാവണനെ പോലെ ആവരുത് എന്ന് മനസ്സിലാക്കാനാണ് രാമായണം. ധർമ്മം ചര എന്ന് പറഞ്ഞ ഒരു പക്ഷേ ചിലപ്പം മനസ്സിലാക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. നേരെ മറിച്ച് രാമായണ കഥ കേട്ടാലോ രാമനെ പോലെ ആവണം തോന്നും. രാമന്റെ സ്വഭാവം സ്മിതപൂർവാഭിഭാഷി, എപ്പോഴും ആദ്യം ചിരിക്കും രാമൻ എന്നാണ്. ഒരാളെ കണ്ടു കഴിഞ്ഞാൽ രാമൻ നമ്മളെങ്ങനെയാ, ശമ്പളം എത്ര നോക്കട്ടെ എന്നിട്ടേ ചിരിക്കുള്ളൂ. എന്നെക്കാൾ കുറവാണെങ്കിൽ ചിരിക്കില്ല, കൂടുതലാണെങ്കിൽ ചിരിക്കുക, ഇങ്ങനെയുള്ള ചിന്തയൊക്കെ നമുക്കുണ്ട്. പക്ഷേ രാമനില്ല. രാമൻ അങ്ങോട്ട് ചിരിക്കും. പൂർവ്വ അഭിഭാഷി, ആദ്യം അങ്ങോട്ട് സംസാരിക്കും. എന്താ ഒരു രോഗിയില്ലാത്തത് അങ്ങോട്ട് ചോദിക്കും. എന്തൊക്കെ ഉണ്ട് വല്യമ്മേ എന്ന് അങ്ങോട്ട് ചോദിക്കും. പിന്നെ വല്യമ്മയ്ക്ക് മിണ്ടാണ്ടിരിക്കാൻ വയ്യ. അതാണ് രാമന്റെ പ്രകൃതം. പക്ഷികളോട് പോലും സഖ്യമില്ലേ. ജടായുവിനെ കണ്ടിട്ട് എന്താ പറയുന്നത്? ജടാവിനെ ആദ്യം കണ്ട സമയത്ത് ഈ രാമൻ ഒരു രാക്ഷസനാണെന്നാണ് വിചാരിക്കുന്നത്. സീതയെങ്ങാനും വിഴുങ്ങിയിരിക്കുകയാണോ എന്ന് കരുതി കൊല്ലാൻ പുറപ്പെടുന്ന സമയത്ത് കാര്യങ്ങളൊക്കെ ജടായു പറഞ്ഞു. അച്ഛൻ്റെ സുഹൃത്താണെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ സമയത്ത് ജടായുവിന് പിതൃകർമ്മം അച്ഛനെ ചെയ്യണത് പോലെ തന്നെ അച്ഛൻ്റെ സ്ഥാനത്ത് കണ്ട്
പിതൃകർമ്മം ചെയ്ത ആളാണ് ആര്? രാമൻ. എന്നിട്ട് ലക്ഷ്മണനോട് പറയുന്നുണ്ട്, കണ്ടില്ലേ ലക്ഷ്മണ, എല്ലാ വർഗത്തിലും ഉണ്ടോ നല്ലതും ചീത്തതും. പക്ഷികളാണ്, കണ്ടില്ലേ, അതിലും ഉണ്ട് എന്ത്, നല്ല സ്വഭാവക്കാരുമുണ്ട് മോശമുണ്ട്. ഇദ്ദേഹത്തെ പറ്റി കണ്ടില്ലേ എന്ന് പറഞ്ഞ് എൻ്റെ ഭാര്യയായ സീത നഷ്ടപ്പെട്ടപ്പം ഉള്ളതിനേക്കാൾ അധികം വിഷമം ദേഹം എനിക്കുണ്ട്. ആര് പറയുന്നുണ്ട്? വാൽമീകി രാമായണത്തിൽ രാമൻ പറയുന്നുണ്ട്, സീത നഷ്ടപ്പെട്ടപ്പോൾ എനിക്ക് ഇത്ര വിഷമം ഉണ്ടായിരുന്നില്ല, ജടായി മരിക്കുമ്പം അത്ര കണ്ട് വിഷമമുണ്ട്. ഒരു പക്ഷിയെ പറയുമ്പോൾ കുരങ്ങന്മാരായിട്ട് ബന്ധമില്ലേ, സഹായിക്കാനൊക്കെ ഉണ്ടായത് വാനരന്മാരാണ്. ഇങ്ങനെ എല്ലാവരുമായിട്ടും അദ്ദേഹത്തിൻ്റെ ഇടപാട്, ആ പെരുമാറ്റം, ഇതൊക്കെ കേൾക്കുന്ന സമയത്ത്, കാണുന്ന സമയത്ത് കേൾക്കുന്ന ഒരു വ്യക്തി എന്ത് തീരുമാനിക്കും? പറ്റിച്ചാൽ രാമനെ പോലെയൊക്കെ ആവണം എന്ന് ചിന്തിച്ചാൽ ധർമ്മം ചരാന്ന് പറഞ്ഞത് എന്തായി? അത് വേണ്ടതുപോലെ ധർമ്മം ചരാമെന്നിപ്പോൾ രാമായണത്തിൽ എവിടെയും പറയണമൊന്നുമില്ല പ്രത്യക്ഷത്തിൽ, പക്ഷേ പരോക്ഷമായിട്ട് പറയണത് തന്നെയാണ്. ഇങ്ങനെയുള്ള കഥകളൊക്കെ സ്വാധീനിക്കുമോ ചോദിച്ചാൽ സ്വാധീനിക്കും. അതിനുള്ള തെളിവാണ് മഹാത്മാഗാന്ധി. താൻ കുട്ടിക്കാലത്ത് അമ്മ ഹരിശ്ചന്ദ്രൻ്റെ കഥ പറഞ്ഞത് കേട്ടിട്ടാണ് അദ്ദേഹം ഉറപ്പിച്ചത് ജീവിതത്തിൽ ഇനി ഞാൻ, അതുവരെയുള്ള കാര്യം നമുക്കറിയില്ല, പക്ഷെ ഇനി ഞാൻ സത്യമേ പറയുള്ളൂ അദ്ദേഹം തീരുമാനിച്ചത്. അതുകൊണ്ട് കഥ സ്വാധീനിക്കില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. നമുക്ക് പറയാം, എന്നെ സ്വാധീനിക്കില്ല പറയാം, കുറേ കഥ ഞാൻ കേട്ടത് എന്നെപ്പോൾ അത് വരുന്നു, അത് പറയാം. പക്ഷേ എല്ലാവരെയും സ്വാധീനിക്കില്ല എന്ന് പറയാൻ പറ്റില്ല, ചിലരെ സ്വാധീനിക്കും. അവിടെയാണ് ഇങ്ങനെയുള്ള ചിന്തകളുടെയൊക്കെ പ്രസക്തി. ഏതായാലും ഇവിടെ വിഷയം രാമോ വിഗ്രഹവാൻ ധർമ്മ എന്നാണ്. ഇത് പ്രസിദ്ധമായിട്ടുള്ള വാചകമാണ്. വാൽമീകി രാമായണത്തിൽ മാരീചനാണ് ഈ ഒരു വാചകം പറയുന്നത്. പറയുമ്പോൾ ശത്രുപക്ഷത്തുള്ളവർക്ക് പോലും രാമനോടുള്ള ഒരു ബഹുമാനം കാണിക്കുകയാണ്. രാമൻ ധർമ്മത്തിൻ്റെ വിഗ്രഹമാണ്. ധർമ്മം എന്നൊരു മൂല്യം രൂപം ധരിച്ചു വരികയാണെങ്കിൽ അതാരാ? അത് രാമനാണ്. അത് പറയുന്നത് മാരീചൻ. ആ സന്ദർഭം രാവണൻ മാരീചൻ്റെ അടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് പറയണം, സീതയെ തനിക്ക് വേണം, അതാണ് ഉദ്ദേശം. അതിന് താനൊരു മാനായിട്ട് ചെല്ലണം എന്നുള്ള കാര്യം പറയുന്ന സമയത്ത് അതിന് രാവണനെ പ്രേരിപ്പിച്ച ആൾ അത് ശൂർപ്പണഖയാണ്. കഥയൊക്കെ പ്രസിദ്ധമാണ്, കഥയിലേക്കൊന്നും പോകണില്ല. ശൂർപ്പണഖ രാമനടുത്തേക്ക് ചെന്നു, രാമനെ സ്വീകരിച്ചില്ല. ലക്ഷ്മണൻ ഒന്ന് ഉപദ്രവിച്ചു വിട്ടു. തിരിച്ചു വന്ന ശൂർപ്പണഖ പറഞ്ഞതെന്താ? ഞാൻ ഏട്ടൻ അന്വേഷിക്കാൻ പോയതാ, പെണ്ണന്വേഷിക്കാൻ പോയതാണ് പറഞ്ഞത്. അത് നല്ല സംഗതി. രാവണന്റെ വീക്ക്നെസ് നല്ലപോലെ അറിയുന്ന സീത രാവണനെ ഒന്ന് മൂപ്പിക്കാനായിട്ട് അടുത്ത് വന്ന് ഇങ്ങനെ പറഞ്ഞു, സീതയെ കണ്ടപ്പോൾ ഏട്ടന് ചേരും തോന്നി, ഞാൻ അന്വേഷിക്കാൻ പോയി. അതോടുകൂടി രാവണൻ പിന്നെ, അതാണ് രാവണന്റെ പ്രധാന വിഷയം. പറയുമ്പം രാവണൻ 10 തലകളാണ്. നമ്മൾ നോക്കുകയാണെന്ന് വെച്ചാൽ പക്ഷേ രാവണൻ്റെ അടുത്ത് പോയിട്ട് സെൽഫി എടുക്കുക. ഇന്ന് നോക്കാൻ കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മഹത്വം കാണുമ്പം രാമായണത്തിൽ ഒട്ടും കുറയ്ക്കാണ്ട് തന്നെ രാവണനെ വർണ്ണിക്കുന്നുണ്ട്. രാവണന്റെ കേമത്വം ഇല്ല പറയാൻ വയ്യ. 10 തലകളുണ്ട്, രാമൻ ഒന്നല്ലേ ഉള്ളൂ. രാവണന് 10 തലകളാണ്. രാവണ സുന്ദരനാണ്. ഒരു നിമിഷം ഹനുമാൻ പോലും അത്ഭുതപ്പെടുന്നുണ്ട് രാവണന്റെ ആ മഹത്വം കണ്ടിട്ട്. ഇവിടെ നിന്ന് വാൽമീകി ഒട്ടും കുറച്ചില്ല. അത് സംസ്കൃത സാഹിത്യത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതിൽ നായകനും വില്ലനും ഇല്ല. സിനിമയാണെങ്കിൽ നായകനും വില്ലനും ഉണ്ട്. സംസ്കൃത സാഹിത്യത്തിൽ നായകനും പ്രതിനായകനുമാണ്. അയാൾ നായകൻ തന്നെയാണ്. പിന്നെ ഗുണം കൂടെ നായകനായിരിക്കും. പ്രതിനായകന് ഗുണം ഉണ്ടാവില്ല പറഞ്ഞില്ല, ദോഷ കൂടെ. കുറച്ചൊക്കെ ഗുണം ഉണ്ടാവും. ഒരു ഗുണമില്ലാത്ത ആരെങ്കിലും ഉണ്ട്? നമുക്കിപ്പോൾ കുറച്ചൊക്കെ ഗുണമില്ലേ? അല്ല കുറച്ചൊക്കെ ദോഷമില്ലേ എന്നാൽ തിരിച്ച് പറയാം. അപ്പോൾ ഒരു ഗുണമില്ലാത്ത, അങ്ങനെയല്ലേ, കുറച്ചൊക്കെ ദോഷം ഗുണമൊക്കെ ചേർന്ന് തന്നെയാണ് മനുഷ്യർ. അപ്പോൾ ഇവിടെ രാമൻ്റെ ആ ഒരു മഹത്വം അത് മാരീചനാണ് പറയുന്നത്. ശൂർപ്പണഖ പറഞ്ഞത് കേട്ട് അടുത്ത് വന്ന് മാരീചൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, രാവണൻ നീ ഒന്ന് പോകണമെന്ന് പറഞ്ഞ സമയത്ത് മാരീചൻ ചോദിക്കുന്നുണ്ട്, രാവണ നിനക്ക് ആരാ ഈ ദുർബുദ്ധി പറഞ്ഞത്? നമ്മുടെ ഈ കുലം നശിക്കാൻ ആരത്രയ്ക്ക് ആഗ്രഹിക്കുന്നത്? ആര്? ശൂർപ്പണഖ. രാമൻ്റെ നേരെയാണ് പുറപ്പെടുന്നത്. വേണോ? എനിക്കിപ്പോൾ രാമനെ കേൾക്കാൻ വയ്യ. പണ്ടൊരു ഡോസ് കൊടുത്തിട്ടുണ്ട് രാമൻ. അന്ന് മുതൽ മാരീചൻ പിന്നെ വേണ്ടാത്ത പണിക്കൊന്നും പോകാറില്ല. ഒരു ഭാഗത്തിരുന്ന് അങ്ങനെ രാമനെ ധ്യാനിച്ച് കഴിയണം. എനിക്കിപ്പോൾ രാമനെ കേൾക്കാൻ വയ്യെന്നാണ്. രകാരാദീനി നാമാനി. എനിക്കിപ്പോൾ രഥം രത്നം എന്ന് കേട്ടാൽ ഞെട്ടും, പരിഭ്രമം ഉണ്ടാകും. അതുകൊണ്ട് രാമൻ എന്നുള്ളത് കേൾക്കാൻ തന്നെ വയ്യ. രാമൻ്റെ അടുത്തേക്ക് പോകണോ? രാമനോട് കളിക്കുമ്പോൾ ശ്രദ്ധിക്കണം രാവണ. രാമോ വിഗ്രഹവാൻ ധർമ്മ. സാത്വികന്മാരോട്, ധർമ്മിഷ്ഠന്മാരോട് കളിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ചോദിക്കാനും പറയാൻ ആരും ഇല്ലാത്തവരോട് കളിക്കുമ്പോൾ കുറച്ച് അധികം ശ്രദ്ധിക്കണം. കാരണം അവർക്ക് ചോദിക്കാൻ ആരുണ്ട്? അവർക്ക് ചോദിക്കാൻ പ്രകൃതിയുണ്ട്, അല്ലെങ്കിൽ ഈശ്വരനുണ്ട്. അതുകൊണ്ട് കരുതണം. രാമൻ്റെ നേരെ പുറപ്പെടുമ്പം നല്ലോണം കരുതണം എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു വാചകം അവിടെ ഉള്ളത്. അപ്പോഴാണ് നമുക്ക് ചോദ്യം വരിക, അങ്ങനെ രാമൻ ധർമ്മിഷ്ഠനാണെങ്കിൽ, അങ്ങനെ വെച്ചാൽ രാമനെ പറ്റി എത്ര കേസുകളാണ്? രാമായണക്കാലായാൽ ഒരു ഭാഗത്ത് രാമനെ വിമർശിച്ചും കൊണ്ടും എഴുത്തുകൾ കുറേ വരുന്നുണ്ടല്ലോ. അത് രാമായണത്തിൻ്റെ മഹത്വം കേട്ടോ.
വിമർശിച്ചിട്ടാണെങ്കിലും എഴുതുന്നുണ്ടല്ലോ ആദികാവ്യത്തെക്കുറിച്ച്. ഏറ്റവും ആദ്യം ഉണ്ടായ കാവ്യ, അതിനെപ്പറ്റി ഇന്നും ചർച്ച നടക്കുന്നുണ്ടെങ്കിൽ എത്ര നോവൽ അതിന് ശേഷം ഉണ്ടായിട്ടുണ്ട്? ആരെങ്കിലും എടുത്ത് വായിക്കുന്നുണ്ടോ? ഇതിപ്പോൾ കർക്കടകം രാമായണ മാസം എന്നാണ് അറിയപ്പെടുന്നത്. കർക്കടകത്തിൽ വായിക്കാന്നല്ല, കർക്കടകത്തിലും വായിക്കാം. കർക്കടകത്തിലും വായിക്കണം. കുറച്ച് പ്രയാസമുള്ള സമയമാണല്ലോ കർക്കടകം. അപ്പൊ ആ സമയത്ത് രാമായണം താഴെ വെക്കരുതേ. അപ്പോഴും ഇത് പ്രയാസമുള്ളപ്പോഴും ഇത് താഴെ വെക്കാണ്ട് നോക്കണം എന്ന് കാണിക്കാനാണ് അങ്ങനെ പറഞ്ഞത്. നമ്മൾ പിന്നെ സൂത്രക്കാരാ കർക്കടകത്തിൽ മാത്രമാക്കി. ഇന്ന് പിന്നെ കഴിഞ്ഞില്ല. ഇന്നൊരമ്മ ചോദിച്ചു രാവിലെ, ഇനി കഴിഞ്ഞില്ലെങ്കിൽ പാപാണോ രാമായണം? എങ്ങാണ്ട് വായിക്കുന്നുണ്ട്. കഴിഞ്ഞില്ല പിന്നെ വായിച്ചാൽ മതി. കഴിയാണ്ടിരിക്കാൻ വേണ്ടത്. ഇത് തീരാണ്ട് എന്നും രാമായണം അങ്ങനെ വീടുകളിൽ ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ കുടുംബത്തിൽ നല്ല ഐക്യം ഉണ്ടാവും. രാമായണം കയ്യിൽ നിന്ന് പോണതാണെന്ന് കാണുന്ന സകല പ്രശ്നങ്ങൾക്കും കാരണം. രാമായണത്തിന്റെ ശൈലി എങ്ങനെയാണ്? കാന്താ സംഹിതയാണ്. ഒരു കാമുകൻ കാമുകിയോട് പറയണത് പോലെ, അല്ലെങ്കിൽ കാമുകി കാമുകനോട് പറയണത് പോലെയാണ്. വേദത്തിന്റെ ശൈലി ഗുരുനാഥൻ ഉപദേശിക്കുന്ന ശൈലിയാണ്, അല്ലെങ്കിൽ അച്ഛൻ ഉപദേശിക്കുന്ന ശൈലിയാണ്. അച്ഛനും അമ്മയും പറഞ്ഞാൽ കേട്ടോളന്നില്ല, പക്ഷെ ആര് പറഞ്ഞാൽ കേൾക്കും? കാമുകൻ പറഞ്ഞാൽ കേൾക്കില്ലേ? എന്നിപ്പം പ്രധാന പ്രശ്നം അതാ. അമ്മമാരൊക്കെ എത്ര പേര് നമ്മളിങ്ങനെ പരാതി പറയും, എന്ത് ചെയ്യാനാ പോറ്റി വളർത്തി 10-20 വയസ്സ് വരെ നോക്കിയിട്ടും ഇത്രയും കാലം ഞാൻ പലതും പറഞ്ഞു ഒന്നും കേൾക്കേണ്ട. 2 ആഴ്ച മുന്നേ പരിചയപ്പെട്ട ആള് പറയുന്നത് ഇപ്പം രാമായണ ഭാഷയാണ്. എന്താണ് അത്? പെട്ടെന്ന് സ്വാധീനിക്കും. അതാണ് രാമായണത്തിന്റെ പ്രത്യേകത, കാവ്യത്തിന്റെ പ്രത്യേകത അതാണ്. പെട്ടെന്ന് അത് സ്വാധീനിക്കും. അതുകൊണ്ട് ഈ വക ഇതിൽ പിന്നെ ധർമ്മചിന്തയാണ് കേട്ടോ. മറ്റത് പിന്നെ വേറെ പലതും പറയുന്നുണ്ടാവുക. ധർമ്മചിന്തയാണ്. അപ്പൊ ഇവിടെ വിഷയം വരും, ഇങ്ങനെ ധർമ്മിഷ്ഠനാണ് രാമൻ എന്ന് പറയുമ്പം പ്രശ്നങ്ങൾ കുറേ ഉണ്ടല്ലോ. ഒന്ന്, പ്രധാന പ്രശ്നം രാമൻ സ്ത്രീവധം ചെയ്തു എന്നുള്ളതാണ്. 2, പ്രണയാഭ്യർത്ഥന നിരസിച്ചു ശൂർപ്പണഖയുടെ. 3, ബാലിയെ ഒളിയമ്പെയ്ത് കൊന്നു. 4, സീതയെ ഉപേക്ഷിച്ചു. 5, ലക്ഷ്മണനെ ഉപേക്ഷിച്ചു. ലക്ഷ്മണനെ ഉപേക്ഷിച്ച് നമ്മൾ പറയില്ല. അത് പറഞ്ഞാൽ സീതയെ ഉപേക്ഷിച്ചത് എന്താവും? അതങ്ങോട്ട് നല്ലോണം താഴും. അപ്പൊ അത് രാമനെ കേമത്താവും. അതുകൊണ്ട് നമ്മൾ എന്ത് പറയില്ല, അതങ്ങോട്ട് പറയില്ല. ഇങ്ങനെ കുറെ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് രാമൻ ധർമ്മത്തിന്റെ വിഗ്രഹമാവുക എന്ന ചോദ്യം വരാം. അതിവിടെ നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. നിങ്ങൾക്ക് ആർക്കും അറിയാത്ത വിഷയമല്ല കേട്ടോ. ഞാൻ പറഞ്ഞത് ശരിയല്ലേ നോക്കിയാൽ മതി. അത്രയേ ഉള്ളൂ. തെറ്റുണ്ടെങ്കിൽ എണീറ്റ് ഒന്ന് പറയാം, ഞാനത് കേൾക്കും. അത്രയേ ഉള്ളൂ. ഒന്നാമത്തെ വിഷയം, രാമൻ സ്ത്രീവധം ചെയ്തില്ലേ? 16 വയസ്സ് ആവുന്നേയുള്ളൂ രാമന്. ആ സമയത്താണ് വിശ്വാമിത്രൻ വന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നത്. വിശ്വാമിത്രൻ അങ്ങനെ കൂട്ടേണ്ട കാര്യമൊന്നുമില്ല. വിശ്വാമിത്രന് പറ്റാത്ത കാര്യം എന്നല്ല അടയെ കൊല്ലാ പറഞ്ഞത്. വിശ്വാമിത്രൻ ആരാണുള്ളത് വാൽമീകി രാമായണം നോക്കിയാൽ മനസ്സിലാവും. അദ്ദേഹത്തിന്റെ പ്രയത്നം, അദ്ദേഹത്തിന്റെ പ്രഭാവം, അതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ രാമനൊന്നും അതിന്റെ മുന്നിൽ ഒന്നുമല്ല എന്ന് തോന്നും. അത്രയ്ക്കും കേമനായ വിശ്വാമിത്രൻ എന്തിനാ ഇപ്പൊ രാമനെ കൂട്ടുന്നത്? രാമൻ ഈ രാവണനെ വധിക്കേണ്ട ആളാ. വേണ്ട വിദ്യകളൊക്കെ ചെറുപ്രായത്തിൽ പറഞ്ഞു കൊടുക്കണമെന്ന് കരുതി കാരുണ്യം കൊണ്ട് വരികയാണ് വിശ്വാമിത്രൻ. വിശ്വാമിത്രനെ പറയുന്നുണ്ട്, എനിക്ക് വേണമെങ്കിൽ ആടകെ കൊല്ലൊക്കെ ചെയ്യാം. പിന്നെ ഞാൻ എന്താ വെച്ചാൽ ദീക്ഷ സ്വീകരിച്ചത് കൊണ്ട്, യാഗൊക്കെയല്ലേ, അതുകൊണ്ട് ആരും ദ്രോഹിക്കാണ്ടിരിക്കണമെന്ന് വിചാരിച്ചത് കൊണ്ടാണ് കൂട്ടണമെന്ന് പറയുന്നുണ്ട്. ഏതായാലും ദശരഥന്റെ അടുത്ത് വരുന്നു, വിടണം, എൻ്റെ കൂടെ വിടണം എന്ന് പറയുന്നു. ദശരഥന് അയക്കാൻ മടിയുണ്ട്. രക്ഷിതാക്കളെ പോലെ തന്നെ, നമ്മളെ പോലെ തന്നെ. 30 വയസ്സായി, എന്നാലും മക്കളെ ഇന്റർവ്യൂവിന് പോകണം, ചാച്ചനും പോകണം, കൂടെ ഒറ്റയ്ക്ക് വിടാൻ പേടിയാണ്. അങ്ങനെ കാണാൻ പറ്റും. ഒറ്റയ്ക്ക് ചായ ഉണ്ടാക്കാൻ സമ്മതിക്കില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. ഗ്യാസ് പൊട്ടിത്തുറക്കിയ പേടി ആർക്ക്? അച്ഛന്. മകന് 30 വയസ്സായി, അതും ഒരുക്കി കൊടുക്കുകയാണോ, ഒറ്റയ്ക്ക് ഷർട്ട് തിരുമ്പില്ല, അലക്കാൻ വയ്യ. അങ്ങനെ 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 തന്നെയാണ് ഇവിടെ ദശരഥന്റെ വിഷയം. 10-16 വയസ്സായി. അങ്ങനെയാണെന്ന് വെച്ചാൽ ഇനി നോക്കണ്ടേ, ഓരോ സമയത്ത് ചെയ്യേണ്ട പ്രവൃത്തി ചെയ്യേണ്ട വേണം. അവിടെ തടഞ്ഞു വെച്ചാൽ അത് വലിയ സ്നേഹം കൊണ്ടല്ലത്. ശ്രദ്ധിക്കേണ്ട വിഷയം. തൻ്റെ മകനോടുള്ള സ്നേഹം കൊണ്ട് അദ്ദേഹത്തിന് മകനെ കൊടുക്കാൻ പ്രയാസം. ഊനഷോഡശവർഷോ മേ രാമോ രാജീവലോചന. എൻ്റെ രാമൻ രാജീവലോചനാണ്. രാജീവ് എന്ന് പറഞ്ഞാൽ താമര. താമരക്കണ്ണെന്ന് പറഞ്ഞാൽ സൗന്ദര്യം കാണിക്കാൻ വേണ്ടി മാത്രമല്ല, സന്ധ്യയായാൽ താമര കൂമ്പും. ഇതുപോലെ ഒരു 6:45 കഴിഞ്ഞാൽ ആര് കൂമ്പും? രാമൻ അങ്ങോട്ട് ഉറങ്ങുകയാണ് ക്ഷീണം കൊണ്ട്. അത്രയ്ക്കും അങ്ങനെയുള്ള ഈ രാമനെ യുദ്ധം ചെയ്യാനൊന്നും അയാൾക്ക് വയ്യ. ഞാൻ വേണമെങ്കിൽ വരാം. പെൻഷൻ പറ്റിയ ഇയാൾ 60 വയസ്സ് കഴിഞ്ഞു. ഞാൻ വേണമെങ്കിൽ വരാം എന്ന് പറയുന്നു. ആ സമയത്ത് വസിഷ്ഠൻ ഇടപെടുന്നു. അങ്ങനെയല്ല, വിശ്വാമിത്രൻ പറഞ്ഞതാണ് ശരി, കൊടുക്കണം എന്ന് പറയുമ്പോഴാണ് മനസ്സോടെ രാമലക്ഷ്മണന്മാരെ വിട്ടുകൊടുക്കുന്നത്. അങ്ങനെ പോണ സമയത്താണ് ഈ താടകാവധം വരുന്നത്. ആ സമയത്ത് താടകയെ കാണുന്ന സമയത്ത് ചില രാമായണത്തിൽ, വാൽമീകി രാമായണത്തിൽ ഉണ്ടെന്നല്ല, ചില രാമായണത്തിൽ ഒന്നുകൂടി കേമായിട്ട് ഈ താടകയെ വർണ്ണിക്കുന്നുണ്ട്.
രാമൻ ചോദിക്കുകയാണ്, വലിയൊരു മല കണ്ട സമയത്ത് എന്താ ഗുരുനാഥ ആ കാണുന്ന മല എന്ന് ചോദിക്കുമ്പം വിശ്വാമിത്രൻ പറയുന്നുണ്ട്, അത് മലയൊന്നുമല്ല, ഈ താടക മനുഷ്യരെ കൊന്നിട്ടെ അസ്ഥി വലിച്ചെറിഞ്ഞത്, അതങ്ങനെ കൂമ്പാരം, അതിൻ്റെ കൂമ്പാരാണെന്ത് ആ മല. എഴുത്തച്ഛൻ പറഞ്ഞത്, അവളെ പേടിച്ചാലും നേർവഴി നടപ്പില്ല, നേരെ നടക്കാൻ ഇവിടെ സമ്മതിക്കില്ല എന്നർത്ഥം. ഇതാണ് ആ താടകയുടെ വിഷയം. അങ്ങനെയുള്ള താടകയെ കാണുന്ന സമയത്തും രാമൻ പറയുന്നുണ്ട്, ലക്ഷ്മണ, ഞാൻ ഇവളെ ഒന്ന് പേടിപ്പിച്ചു വിടാം. എന്താണ് പേടിപ്പിച്ചു വിടാന്നേ രാമൻ പറയുന്നുള്ളൂ. അപ്പോൾ രാമന്റെ ചിന്ത എന്താ വെച്ചാൽ ആ സമയത്ത് പേടിപ്പിക്കുക എന്ന് മാത്രമായിരുന്നു, കൊല്ലണമെന്ന് ഉദ്ദേശിച്ചിട്ടില്ല. കാരണം രാമൻ കുട്ടിക്കാലത്ത് പഠിച്ചിട്ടുണ്ട്, സ്ത്രീവധം പാടില്ല. പണ്ട് കുറേ നിയമങ്ങളുണ്ട്, ക്ഷത്രിയന്മാരാകുമ്പം ഇതിലൊക്കെ പഠിക്കുമല്ലോ. അപ്പോൾ അവിടെ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഇളവുണ്ട്. പുരുഷൻ ചെയ്ത തെറ്റ്, അതേ തെറ്റ് സ്ത്രീ ചെയ്താൽ കുറച്ചൊരു അന്നുണ്ട് ഈ ഇളവൊക്കെ. അപ്പോൾ സ്ത്രീവധം പാടില്ല, അങ്ങനെ പണ്ട് പഠിച്ചിട്ടുണ്ടാവണം. അതുകൊണ്ടാണ് രാമൻ പറയുന്നത്, ഇവളെ ഞാൻ തൽക്കാലം ഒന്ന് പേടിപ്പിച്ച് വിടുകയാണ് ലക്ഷ്മണ എന്ന് പറയുന്ന സമയത്ത് വിശ്വാമിത്രൻ ഇടപെടും. പേടിപ്പിച്ചാൽ പോരാ, എന്ത് ചെയ്യണം? ചിലരൊക്കെ പേടിപ്പിച്ചാൽ മതിയോ, ചിലർ രണ്ട് അടി അടിച്ചാൽ മതിയോ, ചിലരെ കൊല്ലനെ വേണ്ടി വരും. ശിക്ഷയൊക്കെ അങ്ങനെയാണ്, എല്ലാവർക്കും ഒരുപോലെയല്ല. അതുകൊണ്ട് നീ വധിക്കുന്ന വേണം. സ്ത്രീ എന്ന് പറഞ്ഞാൽ പുറമെ കാണാൻ അങ്ങനെ ഏറെക്കുറെ സ്ത്രീയെ പോലെ ആയിട്ട് കാര്യമില്ലല്ലോ. സ്നേഹം വേണം, ദയ വേണം, ക്ഷമ വേണം, വാത്സല്യം വേണം, ഇതൊക്കെ ഉണ്ടെങ്കിലേ സ്ത്രീ എന്ന് പറയാൻ പറ്റുള്ളൂ. അതല്ലാതെ ഇവിടെ ഒന്നും സ്ത്രീയായിട്ട് കണക്കാക്കാൻ പറ്റില്ല. ഇത്രയും വലിയ അധർമ്മം ചെയ്യുന്ന ആള് സ്ത്രീയാവട്ടെ പുരുഷനാവട്ടെ ഷണ്ടനാവട്ടെ വധിക്കുന്ന വേണം എന്ന് വിശ്വാമിത്രൻ പറയുന്ന സമയത്താണ് വധിക്കുന്നത്. അവിടെ മേൽപ്പത്തൂരത് വ്യക്തമായിട്ട് പറയും, മുനിവചന ബലാത് താടകാം പാടയിത്വ. വളരെ ചുരുക്കിയാണ് മേൽപ്പത്തൂർ പറയണതൊക്കെ, പക്ഷെ ഇത് വിട്ടിട്ടില്ല. കാരണം അദ്ദേഹത്തിന് അറിയാം, നാളെ ആരെങ്കിലും ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പറയും. രാമനെ പറ്റി നിശ്ചയുള്ളത് കൊണ്ടാണ് മുനിവചന ബലാത്. രാമൻ തൻ്റെ ബലം കൊണ്ടല്ല കൊന്നത്, പിന്നെയോ മുനിയുടെ വചനത്തിന്റെ ബലം, തൻ്റെ ഗുരുനാഥന്റെ വാക്കിന്റെ ബലം കൊണ്ട് ആരെ കൊന്നു? ആ താടകയെ വധിച്ചു. അതുകൊണ്ട് താടകയെ വധിച്ചത് സ്ത്രീവധമായി എന്ന് കരുതി രാമനെ കുറ്റം പറയേണ്ട കാര്യം ഇല്ല എന്ന് തന്നെയാണ് വാൽമീകി ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത പ്രശ്നം വരുന്നത് ശൂർപ്പണഖയുടെ പ്രണയാഭ്യർത്ഥന നിരസിച്ചില്ല. ശൂർപ്പണഖയ്ക്ക് പ്രണയമല്ലായിരുന്നു എന്നുള്ളത് അവിടെ തന്നെ കാണിക്കുന്നുണ്ട്. അത് രാമൻ തമാശ പറഞ്ഞതുകൊണ്ടാണ് നമുക്കത് മനസ്സിലായത്, അല്ലെങ്കിൽ മനസ്സിലാവില്ലായിരുന്നു. രാമൻ സാധാരണ തമാശ പറയാറില്ല, പക്ഷെ അന്നൊരു തമാശ പറഞ്ഞതാണ് വലിയ പ്രശ്നം ഉണ്ടായത്. ശൂർപ്പണഖ വന്നു തൻ്റെ അടുത്തേക്ക് തന്നെ സ്വീകരിക്കണം എന്ന് പറഞ്ഞ സമയത്ത് രാമൻ പറയേണ്ടത് എന്താ വെച്ചാൽ, ഞാൻ അങ്ങനെ സ്വീകരിക്കില്ല, എനിക്ക് ഏകപത്നി വ്രതധരനാണ് ഞാൻ എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ ഒരു വ്രതം ആർക്കുണ്ട്? ഈ രാമനുണ്ട്. രാമനെ പറ്റി വാൽമീകി രാമായണത്തിൽ തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണല്ലോ. തപസ്വാധ്യായ നിരതം തപസ്വി വാഗ്വിദാം വരം നാരദം പരിപപ്രച്ഛ വാൽമീകിർമുനി പുങ്കവം. അങ്ങനെയാണ് ആരംഭിക്കുന്നത്. ചില പണ്ഡിതന്മാർ നമ്മൾ ചർച്ചയൊക്കെ ഉണ്ടാവാറുണ്ട് ഈ വിഷയത്തെ പറ്റി. ഒരു കാവ്യം ആരംഭിക്കുമ്പോൾ ഒരു മംഗളശ്ലോകം വേണ്ടേ? സ്വയം അങ്ങനെ ഉണ്ടാവും. ഒരു മംഗളശ്ലോകം, ഒരു ഇഷ്ടദേവതയെ വന്ദിച്ചും കൊണ്ട് ആരംഭിക്കുക. വാൽമീകി രാമായണം തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ്? തപസ്വാധ്യായ നിരതം എന്നാണ്. ഇതിലെന്താ മംഗളശ്ലോകം ഇല്ലാത്തത് എന്നൊരു ചർച്ചയൊക്കെ ഉണ്ടാവാറുണ്ട്. അതിൽ ഋഷിമാരുടെ അഭിപ്രായം തുടങ്ങുന്നത് എങ്ങനെയാണ്? തപ എന്നല്ലേ, ഇതിലപ്പുറം ഒരു മംഗളം വേണം. തപസ്സിലൂടെയാണ് ആരംഭിക്കുന്നത് തന്നെ. അതുകൊണ്ട് ആ രണ്ടക്ഷരം കൊണ്ട് തന്നെ മുഴുവനായിട്ടുണ്ട്. ഇനി വേറെ മംഗളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് കാണിക്കാനാണ് തുടങ്ങുന്നത് തന്നെ. തപസ്വാധ്യായ നിരതം തപസ്വി വാഗ്വിദാം വരം നാരദം പരിപപ്രച്ഛ. രണ്ട് തപസ്വികൾ തമ്മിൽ കണ്ടുമുട്ടുകയാണ്, വാൽമീകിയും നാരദരും. അവിടെ വെച്ച് വാൽമീകി മഹർഷി നാരദരോട് ചോദിക്കുകയാണ്, കോന്വസ്മിൻ സാമ്പ്രതം ലോകേ. ആരാണ് ഇപ്പം സാമ്പ്രതം? ഇപ്പം ഇവിടെ ഈ ലോകത്ത് ഗുണവാൻ കശ്ച വീര്യവാൻ. ഗുണവാനായിട്ടുള്ളത് ആരാ? പണ്ടങ്ങനെ ഉണ്ടോ ഇല്ല എന്നുള്ളതല്ല ചോദ്യം. നമ്മൾ പറയാം പണ്ടങ്ങനെ ഒരു സിദ്ധം ഉണ്ടായിരുന്നു ഇട്ടിട്ടുണ്ട്, മുത്തശ്ശനൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതല്ല ചോദ്യം. ഇപ്പം ഇവിടെ ഉണ്ടോ എന്നുള്ളതാണ്. മുത്തശ്ശൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പണ്ട് ഒരാളുണ്ടായിരുന്നു, അതിനെ പറ്റൊന്നും അറിയണ്ട. ഇപ്പം ഉണ്ടോ? സാമ്പ്രതം ലോകേ ഗുണവാൻ കശ്ച വീര്യവാൻ ധർമ്മജ്ഞശ്ച. ധർമ്മം അറിയുന്നവൻ, അറിഞ്ഞാൽ മാത്രം പോരാ, ഒക്കെ നിശ്ചയുണ്ട്, അനുഷ്ഠിക്കില്ല എന്നേ ഉള്ളൂ. അങ്ങനെയല്ല, അനുഷ്ഠിക്കുന്നവൻ. സത്യവാക്യോ ദൃഢവ്രത, എപ്പോഴും സത്യം പറയുന്നവൻ, ദൃഢവ്രതൻ. അടുത്ത ചോദ്യം ചാരിത്രേണ ചകോയുക്ത. അവിടെയാണ് ഈ പറഞ്ഞ വിഷയം. ചാരിത്രം എന്ന് പറഞ്ഞാൽ നമ്മളിത് സ്ത്രീകൾക്ക് മാത്രം വേണ്ട, പെണ്ണുങ്ങൾക്ക് മാത്രം വേണ്ട ഒരു സംഗതി എന്ന് ധരിച്ചത്. രാമായണം വായിക്കുമ്പോഴാണ് മനസ്സിലാവും അതല്ല, അത് പുരുഷനും വേണ്ടതാണ്. അതാണ് രാമന്റെ പ്രത്യേകത. അദ്ദേഹം പത്നീവ്രതം ഉള്ളവനാണ്. പാതിവ്രത്യത്തെ പറ്റി അങ്ങനെ പ്രസംഗിക്കും, നമ്മളത് എത്ര നേരം വേണമെങ്കിലും പറയും. പക്ഷേ ഈ വിഷയത്തെ പറ്റി അങ്ങനെ ചർച്ച ചെയ്യാറില്ല. രാമൻ അതുണ്ട്. ഏകപത്നി വ്രതധരഹ, ഒരു ഭാര്യ രാമനുള്ളൂ. അത് അച്ഛൻ്റെ അനുഭവം കണ്ട് പഠിച്ചതാവും ചിലപ്പോൾ.
മൂന്നും കഴിച്ച് അദ്ദേഹം നടന്നിരുന്നത് കണ്ടിട്ട് ആയിരിക്കാം അദ്ദേഹം തീരുമാനിച്ചിട്ടില്ല, എന്തായാലും ഒന്നേ ഉള്ളൂ എന്നുള്ളൊരു നിഷ്ഠ രാമനുണ്ട്. വാൽമീകി രാമായണം 300 കഴിച്ചു നോക്കിയാൽ പറയുന്നത്, എനിക്ക് ധാരാളം കഴിച്ചിട്ടുണ്ടെന്നാണ് കാണുന്നത്. ആവട്ടെ, ഏതായാലും തനിക്ക് അങ്ങനെ ഒരു വ്രതം ഉള്ളത് കൊണ്ട് ശൂർപ്പണഖയെ ഞാൻ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെയല്ല, രാമൻ അവിടെ എന്ത് പറഞ്ഞു, എൻ്റെ കൂടെ സീത ഉണ്ടല്ലോ കാപ്പിണ്ടാക്കി തരാൻ, അതുകൊണ്ട് പിന്നെ ലക്ഷ്മണൻ ഒറ്റയ്ക്ക് വന്നതാ, അതിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു. തമാശ പറഞ്ഞതാണ്. അദ്ദേഹം ബുക്ക് കൊണ്ട് കാട്ടിലിങ്ങനെ ആകെങ്ങനെ മസിൽ പിടിച്ചിരിക്കണ്ടല്ലോ എന്ന് കരുതി ഒരു തമാശ പറഞ്ഞതാ. പക്ഷെ ആ പറഞ്ഞത് നന്നായി. അതുകൊണ്ട് നമുക്ക് ഇവളുടെ ശരിക്കുള്ള ഉദ്ദേശം മനസ്സിലായി. പ്രണയമായിരുന്നെങ്കിൽ എന്ത് പറയും? രാമനോട് പറയും, എന്നാ രാമ ഈ ജന്മത്തിൽ അല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ, എത്ര ജന്മം വേണമെങ്കിൽ ഞാൻ കാത്തിരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് പോവാണ് ആര് വേണ്ടത്? പ്രണയമായിരുന്നെങ്കിൽ ചെയ്യാം. പക്ഷെ അതല്ല ഉണ്ടായത്, അത് കാമമായിരുന്നു. അത് പ്രണയത്തിൻ്റെ മുഖം മൂടിയിട്ട് വന്നതാണ്. അത് തിരിച്ചറിയാനുള്ള സിദ്ധി ആർക്കുണ്ട്? അത് രാമനുണ്ട്. എന്ത് പലർക്കും ഇല്ല എന്നുള്ളതാണ് വലിയ വിഷയം. ശൂർപ്പണഖകളെയും ശൂർപ്പണഖന്മാരെയും മനസ്സിലാക്കാൻ പറ്റാണ്ട് വരുമ്പോഴാണ് ഈ ബുദ്ധിമുട്ട്. എല്ലാം കഴിഞ്ഞ് അവസാനം മതം മാറിക്കഴിഞ്ഞാലും മനസ്സിലാവുന്നില്ല. എന്നാലെങ്കിലും ഒന്ന് മനസ്സിലാവും, മാറി താൻ കുഴി ചാടി എന്നുള്ളത് അപ്പോഴും മനസ്സിലാവാത്ത കുട്ടികളല്ലേ, മനസ്സിലാവുന്നില്ല എന്നർത്ഥം ഈ ഒരു സംഗതി. അത് തിരിച്ചറിയാനുള്ള ശേഷി ഉണ്ടാവണം. അതിനൊക്കെയാണ് ഈ രാമായണമൊക്കെ കുടുംബത്തിൽ ചർച്ച ചെയ്യണമെന്ന് പറയാൻ കാരണം തന്നെ. അത് തിരിച്ചറിയാൻ ആർക്ക് പറ്റി? രാമന് സാധിച്ചു. ലക്ഷ്മണന്റെ അടുത്തേക്ക് വന്നു. ലക്ഷ്മണൻ സ്വീകരിച്ചോ? ലക്ഷ്മണനും സ്വീകരിച്ചില്ല. ലക്ഷ്മണൻ പറഞ്ഞു പറ്റില്ല. ഉടനെ ആരത്തേക്ക് വന്നു? രാമനടുത്തേക്ക്. പിന്നെയും ഇത് പറയെ കാമം നിന്നു. അതിന് കണ്ണും മൂക്കും ഇല്ല എന്ന് കാണിക്കാൻ ആ ലക്ഷ്മണൻ ഛേദിച്ച് വിടുകയാണ്. അതും മൂക്ക് മുറിക്കുന്നേ ഉള്ളൂ രാമായണത്തിൽ. വാൽമീകി രാമായണം ലേശം വ്യത്യാസം വാൽമീകി രാമായണവും അധ്യാത്മരാമായണം തമ്മിലുണ്ട്. അധ്യാത്മരാമായണം വായിക്കുമ്പോൾ അതിൽ കുറേ സംശയങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ വാൽമീകി രാമായണം വായിച്ച പിന്നെ ഒരു സംശയം ഉണ്ടാവില്ല. അധ്യാത്മരാമായണം വായിക്കുമ്പോഴുള്ള സംശയം ഒന്ന് മോശം നല്ലതെന്നല്ലോ പറയണത്, അതിനെപ്പറ്റിയല്ല ചർച്ച. വാൽമീകി രാമായണം കാവ്യമാണ്. അതുതന്നെയാണ് അധ്യാത്മരാമായണത്തിനും പ്രമാണം. അധ്യാത്മരാമായണത്തിൽ ഭക്തി വേദാന്തം ഇതാണ് പ്രധാനം. അതിനാണ് എഴുത്തച്ഛൻ വരുന്നതല്ലേ. എന്നാൽ വേദാന്തമൊന്നും അധികമൊന്നും എവിടെ കാണില്ല. വാൽമീകി രാമായണത്തിൽ വേദാന്തമൊന്നുമില്ല. കാട് കണ്ട വാൽമീകി, കാടകെട്ട് കണ്ട അദ്ദേഹം തുടങ്ങി പിന്നെ അങ്ങോട്ട് വർണ്ണിക്കാൻ. സാഹിത്യ ഭംഗിയാണ് വാൽമീകി രാമായണത്തിൽ പ്രധാനം. വാൽമീകി രാമായണം അങ്ങനെ ഇരുന്ന് പ്രഭാഷണം ചെയ്യാൻ പറ്റും അറിയില്ല, അതിനെപ്പറ്റി ഇഷ്ടമില്ല. നേരെ മറിച്ച് ഇരുന്ന് വായിക്കുക, അത് വായിച്ച് രസിക്കുക, അല്ലെങ്കിൽ ക്ലാസ് എടുക്കാം. അതല്ലാതെ അതങ്ങനെ പ്രഭാഷണമാകുമ്പോൾ എത്ര പേർക്ക് രസിക്കാൻ പറ്റും എന്നുള്ളത് അറിയില്ല. അങ്ങനെ ഒരു വിഷയം ചുരുക്കി പറയുക ചെയ്യുക. അതുകൊണ്ടാണ് പിന്നെയും പറ്റുന്നത്. അത് വിസ്തരിച്ച് അങ്ങനെ പഠിച്ച് അത് ശ്രദ്ധിച്ച് അതിൽ രസിക്കുക, അതാണ് വേണ്ടത്. പല സംശയങ്ങളും അധ്യാത്മരാമായണം വായിക്കുമ്പോൾ ഉണ്ടാവും. അഹല്യയെ എന്തിനെ ശപിച്ചു, ഈ സംശയം അധ്യാത്മരാമായണം വായിക്കുമ്പോൾ ഉണ്ടാവും. പക്ഷേ വാൽമീകി രാമായണം വായിച്ചാൽ ഉണ്ടാവില്ല. എന്താ കാരണം വെച്ചാൽ അഹല്യ വാൽമീകി രാമായണത്തിൽ പറയുന്നുണ്ട്, ഇന്ദ്ര നീ വേഗം പോയിക്കോളൂ, ഇപ്പം ആര് വരും? ഇപ്പം ഗൗതമൻ വരും. ആരാ പറയണത്? അഹല്യ പറയുന്നുണ്ട്. അർത്ഥം അപ്പോൾ അഹല്യ തെറ്റ് ചെയ്തിട്ടുണ്ട്. ആ വന്നത് ഇന്ദ്രനാണെന്ന് ആർക്കറിയാം? അഹല്യയ്ക്ക് അറിയാം. പക്ഷെ അത് എഴുത്തച്ഛനത് പറയണില്ല. അപ്പോഴാണ് നമുക്ക് ഈ ഒരു സംശയം ഉണ്ടാവണത്. നോക്കി തിരിച്ചു പോണത് ആര് കണ്ടു? ഗൗതമൻ കണ്ടു, ഇന്ദ്രനെ ശപിച്ചു. ആരെയും ശപിച്ചു? അഹല്യയെ ശപിച്ചു. കല്ലായി പോട്ടെ എന്നൊന്നുമല്ല, അത് അധ്യാത്മരാമായണത്തിൽ അങ്ങനെ പറയും. കല്ലുപോലെ അങ്ങനെ ഇരിക്കുകയാണ്, വെയിലും മഴയും കാറ്റും കൊണ്ട് അങ്ങനെ ഇരിക്കട്ടെ, എന്നിട്ട് അവിടെയുള്ള കാമം അങ്ങോട്ട് തീരട്ടെ. അങ്ങനെ വർഷങ്ങൾ കാത്തിരുന്നു. അവിടെയുള്ള കാമം പോയപ്പോൾ ആര് സ്വീകരിച്ചു? ഗൗതമൻ സ്വീകരിക്കുന്നുണ്ട്. അഹല്യയെ വധിച്ചിട്ടൊന്നുമില്ല. അഹല്യയെ നല്ലൊരു ശപിച്ചത് കൊണ്ട് അഹല്യ എന്തായി മാറി? ശുദ്ധായി മാറി. നല്ല സ്ത്രീയായിട്ട് നമ്മൾ കണക്കാക്കണം. അതാണ് അഹല്യയുടെ പ്രത്യേകത. അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തിൽ ധർമ്മത്തിൽ പാപികളൊന്നുമില്ല. അങ്ങനെ നോക്കാൻ വെച്ചപ്പോൾ ആരാ പാപി അല്ലാത്തത്? ദുഷ്ടന്മാർ എന്ന് പറഞ്ഞ വിഭാഗമൊന്നുമില്ല. അങ്ങനെ ഉണ്ടോ? ദുഷ്ടനും ദുഷ്ടത്തെയും കല്യാണം കഴിച്ച് ദുഷ്ടക്കുട്ടി ഉണ്ടായി? അങ്ങനെയൊന്നുമില്ല. ചില സമയത്തൊക്കെ നമ്മളുടെ പ്രകൃതം ചിലർക്കൊരു ഉപദ്രവമായിട്ട് തോന്നും. അവർ നമ്മളെ ആ പേര് വിളിക്കും, അത്രയേ ഉള്ളൂ. ഇന്ന് നല്ല ആൾ നാളെ ദുഷ്ടനാവാറില്ലേ? ഉണ്ടാവും. ഒരു പ്രഭാഷണം കഴിയുമ്പോഴേക്ക് ദുഷ്ടനാവാറില്ലേ? അതൊക്കെ ഉണ്ടാവും. അതൊക്കെ അതിൻ്റെ ഒരു ഇതാണ്, അത്രയേ ഉള്ളൂ. അത് ചില സന്ദർഭങ്ങളിലുള്ള പെരുമാറ്റം നമുക്കത് രസമായിക്കോളുന്നില്ല. അല്ലാതെ പാപികളൊന്നുമില്ല. പാപമുണ്ട് ഇല്ല പറയുന്നില്ല. പാപത്തെ നീക്കിയാൽ മതി, പാപിയെ കലറിയണ്ട. പാപത്തെ കലർന്ന് പാപത്തെ ഇല്ലേണ്ടിയാക്കിയാൽ മതി. ഇവളുടെ ഉള്ളിൽ ലേശം പാപം ഉണ്ടായിരുന്നു, അത് ഇല്ലേണ്ടിയാക്കി ഗൗതമൻ. അങ്ങനെ രാമൻ അനുഗ്രഹിച്ചു. അതാണ് അഹല്യയുടെ കഥ. പക്ഷെ അത് വാൽമീകി രാമായണം വായിച്ചാൽ നമുക്ക് വ്യക്തമാവുള്ളൂ. അധ്യാത്മരാമായണം വായിച്ചപ്പോൾ വ്യക്തമായിക്കോളുന്നില്ല. അക്കാലത്ത് അത് വ്യക്തമാക്കേണ്ട കാര്യമില്ല. എല്ലാവർക്കും അങ്ങനെ ആ ഭാവത്തിൽ ചിന്തിക്കില്ല. ഇന്നിപ്പോൾ അങ്ങനെയല്ല. ഇന്നിപ്പോൾ ഏത് വിഷയം കിട്ടിയാലും അതിനെ വളരെ ശ്രദ്ധിച്ചിട്ട് രാമനെ പറ്റി വിമർശിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. ഒന്ന് ഇപ്പം പറഞ്ഞു, ഒന്ന് താടക സ്ത്രീവധം, രണ്ട് ശൂർപ്പണഖയുടെ ഇത് പ്രണയമല്ല,
ഞാനിപ്പം പറഞ്ഞത് പ്രണയമല്ല എന്നുള്ളതാണ് സത്യം. കാമമായിരുന്നു. 2 കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ പ്രധാനമായിട്ടുള്ള പ്രശ്നം, ബാലിയെ നമ്മുടെ വിചാരത്തിൽ ഇപ്പം പുതിയ കഥയാണ്. ഭാഗവത് എത്ര മുന്നേ ഉണ്ടായതാ. ഭാഗവതത്തിൽ ഗോപികൾ പറയുന്നുണ്ട്, ഉദ്ധവം വന്ന സമയത്ത് ഉദ്ധവ ഈ കൃഷ്ണനെ വിശ്വസിച്ചുകൂടാ. കൃഷ്ണനല്ല, വിഷ്ണുവിനെ തന്നെ വിശ്വസിച്ചുകൂടാ. വിഷ്ണുവിൻ്റെ ഒരു അവതാരമാണല്ലോ കൃഷ്ണൻ. ഈ വിഷ്ണുവിൻ്റെ ഒരു അവതാരവും നല്ലതായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവർ രാമാവതാരത്തെ പറ്റി പരാമർശിക്കുന്നുണ്ടാവട്ടെ. ഇതിപ്പോൾ തുടങ്ങിയതല്ല എന്നർത്ഥം. ഇത് പണ്ടും ചർച്ച നടന്നിട്ടുണ്ട്, അന്നും ഉത്തരം കൊടുത്തിട്ടുമുണ്ട്. ഇന്ന് ചർച്ച ഉണ്ടാകും, ഉത്തരം കൊടുക്കുക എന്നല്ലാതെ അവിടെ അവർ ചോദിക്കുന്നുണ്ട്, മൃഗയുരിവ കപീന്ദ്രം വിവ്യധേ ലുബ്ധധർമ്മ സ്ത്രീയമകൃത വിരൂപ സ്ത്രീജിത കാമയാന. ആ രാമൻ എന്തൊരു വഷളനാണ്. ആ രാമൻ കാട്ടിലേക്ക് പോണ സമയത്ത് ഒറ്റയ്ക്ക് പോയാൽ പോലെ അല്ലേ? കാട്ടിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ അങ്ങനെ റിസ്ക് എടുക്കേണ്ട സമയത്ത് ഒറ്റയ്ക്കല്ലേ പോകുള്ളൂ, ഭാര്യയും കൂട്ടി പോകും. പ്രഭാഷണം കേൾക്കാൻ നമുക്ക് ഫാമിലി ജോഡിയായിട്ട് വരണം കേട്ടോ, അത് വേറെ വിഷയം. നമ്മൾ അതിനങ്ങനെ പോവില്ല. മറ്റ് ദിക്കിലേക്കൊക്കെ പോകുമ്പോൾ അങ്ങനെയല്ല, നമ്മൾ കഴിയുന്നതും അങ്ങനെ ശ്രദ്ധിക്കില്ലേ. അപകടമുള്ള ദിക്കിലേക്ക് പോകുമ്പം ഫാമിലി ആയിട്ട് പോകാണ്ട് നോക്കില്ലേ. ഇത് കാട്ടിലേക്ക് പോകുമ്പോൾ രാമൻ ഒറ്റയ്ക്ക് പോകേണ്ട വിഷയമാണ്. ഇത് പോയില്ല, ആരും കൂട്ടി, സീതയും കൂട്ടി പോയി. സീത വന്നുമില്ലയൊക്കെ വേറെ വിഷയം, ഇത് ഇവരുടെ അഭിപ്രായമാണ്. അങ്ങനെ സീതയും കൂട്ടിപ്പോയി. സീതയെ കൂട്ടിപ്പോയി എന്ത് ചെയ്യണം? സീതയെ നോക്കണ്ടേ? അല്ലെങ്കിൽ കൂട്ടരുത്, നമുക്കത് പറ്റില്ല, എനിക്ക് ബുദ്ധിമുട്ടുണ്ട് നോക്കാനോട്, നീ ഇവിടെ ഇരുന്നോ. അങ്ങനെയല്ല, വന്നോളെന്ന് പറയുകയും ചെയ്തു. കൂടെ വന്ന സമയത്ത് നോക്കിയില്ല. അതും സ്വർണ്ണമാൻ്റെ പിന്നാലെ പോയി. വലിയ ബുദ്ധിയൊന്നുമില്ലാത്ത നമുക്ക് ഇഷ്ടമല്ലേ സ്വർണ്ണമാൻ ഉണ്ടാവില്ല ഇല്ലേ? ഉണ്ടാവുമോ? എന്നിട്ട് രാമനത് ശരിക്കുള്ളതാ കരുതി പിന്നാലെ പോണച്ചാൽ. ഏതായാലും അങ്ങനെ രാമൻ പോകുമ്പം പോയി, ശരി. അങ്ങനെ ആ സീതയെ രാവണൻ കട്ടുകൊണ്ടുപോയി. അങ്ങനെ രാവണൻ കട്ടുകൊണ്ടുപോയാൽ ആരെയാണ് ഉപദ്രവിക്കേണ്ടത്? ആരെയും ശിക്ഷിക്കേണ്ടത്? രാവണനല്ലേ. എന്നിട്ട് ശിക്ഷിച്ചത് ആരെയാ? ആ മിണ്ടാപ്രാണി കുരങ്ങനെ. അത് എങ്ങനെ? ഒളിഞ്ഞു നിന്ന് അമ്പ് ചെയ്ത് പോന്ന ദുഷ്ടനല്ലേ രാമൻ എന്ന് ആര് ചോദിക്കുന്നുണ്ട്? ഗോപികമാർക്ക് ചോദിക്കാം, അവർക്ക് ലൈസൻസ് ഉണ്ട്. നമ്മൾ ചോദിച്ചാൽ കഥ മാറും. അതുകൊണ്ട് കരുതി ചോദിക്കണം. ഈ ഒരു ചോദ്യം വരാം, എന്താണ് ബാലി ചെയ്ത തെറ്റ്? അത് രാമൻ തന്നെ പറയുന്നുണ്ട്. ബാലി തന്നെ ചോദിക്കുന്നുണ്ട്, എന്തിനാ രാമ എന്നെ നീ കൊന്നത്? ഈ മൃഗത്തിൻ്റെ മാംസം കഴിക്കാൻ പറ്റുമോ? ഇത് കുറയ്ക്കണല്ലേ ഞാൻ. ഈ ഒരു മിണ്ടാപ്രാണിയായിട്ടുള്ള എന്നെ ഒളിയമ്പ് ചെയ്ത് കൊന്നത് എന്തിനാ ചോദിക്കുമ്പോൾ അതിന് ഉത്തരം രാമൻ പറയേണ്ടത്, നീ അങ്ങനെ പറയുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് എന്ന് പറയുന്നുണ്ട്. നീ നിന്നെ ഒരു മൃഗമായിട്ടാണ് കണക്കാക്കുന്നതെങ്കിൽ മൃഗത്തെ കൊല്ലൽ ക്ഷത്രിയന്മാർക്ക് വിധിച്ചതാണ്. നായാട്ടിന് പോവാറുണ്ട്, അങ്ങനെ പോകുമ്പോൾ മൃഗങ്ങളെ കൊല്ലാറുമുണ്ട്. അത് ഒളിഞ്ഞു നിന്നിട്ട് തന്നെ കൊല്ലുക, നേർക്ക് നേരെ പോയിട്ടൊന്നുമല്ല. തലേദിവസം നോട്ടീസ് കൊടുക്കുകയില്ല, പുലിക്ക് കത്ത്, നാളെ ഉച്ചയ്ക്ക് ഞായറാഴ്ച 12 മണിക്ക് ഞാൻ എത്തും, ഒരുങ്ങി നിന്നോളൂ. അമ്പെയ്യൊന്നും പറഞ്ഞിട്ടല്ല, അതൊക്കെ ഒളിഞ്ഞു നിന്നിട്ട് തന്നെയാണ്. അതെങ്ങനെയെങ്കിലും അമ്പെയ്തിട്ടോ കല്ലെറിഞ്ഞിട്ടോ അല്ലെങ്കിൽ ചാക്കിട്ട് പിടിച്ചിട്ടോ കെണി വെച്ചിട്ടോ എങ്ങനെയായാലും കൊല്ലാറുണ്ട്. എന്ന് മാത്രമല്ല, ചിലപ്പോൾ ചില ക്രിമിനൽസിനെ പിടിക്കണമെങ്കിൽ എന്താവേണ്ടി വരും? കുറച്ചൊരു കള്ളൻ്റെ വേഷം കെട്ടേണ്ടി വരും. പോലീസൊക്കെ മഫ്തി സഞ്ചരിക്കുന്നില്ലേ? എന്തിനാണ്? കള്ളനോട്ടടിക്കുന്ന ആളെ പിടിക്കണം. അതിനെന്താ വഴി? ഇപ്പം നാട്ടിൽ നല്ല പേരുള്ള ആളാണ്. അപ്പം പോലീസ് മഫ്തി സഞ്ചരിക്കും. ചിലപ്പോൾ ആ കള്ളനോട്ട് അടിക്കുന്ന ആളുടെ ഡ്രൈവറായിട്ടോ വീട്ടിലെ പണിക്കാരനായിട്ടൊക്കെ പോകും. 2-3 മാസം ചിലപ്പോൾ അവിടെ താമസിക്കും. അയാൾ തരുന്ന ഭക്ഷണം കഴിക്കും. ഇതൊന്നും ഒരു കുറ്റമായിട്ട് പറയില്ലേ. തെളിവൊക്കെ ശേഖരിച്ച് കഴിഞ്ഞാൽ, ഒക്കെ ഉറപ്പായി കഴിഞ്ഞാൽ വിലങ്ങ് വയ്ക്കും, കൊണ്ടുപോവുകയും ചെയ്യും. ഇങ്ങനെയൊക്കെ വേണ്ടത് എല്ലാ കാലത്തും ഉണ്ട്. ഈ ചാരപ്രവൃത്തിയൊക്കെ എല്ലാ കാലത്തും ഉണ്ട്. അതുകൊണ്ട് അത് തെറ്റായിട്ട് പറയാൻ പറ്റില്ല. ഇനി ഇത് നിന്റെ സ്ഥലമല്ലേ, ഇവിടെ വന്ന് ഞാൻ നിന്നെ വധിക്കുന്നത് തെറ്റാണോ ശരിയാണോ ചോദിച്ചാൽ, ഇത് കിഷ്കിന്ധ എന്നുള്ളത് അയോധ്യയുടെ കീഴിൽ തന്നെ പെടും. അവിടെ ഭരതൻ രാജ്യം ഭരിക്കുന്നു, രാജ്യം നോക്കണു. കാട്ടിലെ ധർമ്മം ശരിയാക്കാനാണ് ആര് വന്നത്? ഞാൻ ഇടപെട്ടത്. ഇവിടേക്ക് വന്ന് ആര് പറയുന്നുണ്ട്? രാമൻ പറയുന്നുണ്ട്. അപ്പോൾ ചോദ്യം, അങ്ങനെയാണെങ്കിൽ ബാലി ചെയ്ത് തെറ്റെന്താ? ബാലി ചെയ്ത് തെറ്റെന്താ ചോദിച്ചാൽ, തൻ്റെ സഹോദരൻ്റെ പത്നിയെ ബലമായി പ്രാപിച്ചു. അത് മനുഷ്യരായാൽ പാടില്ല. മൃഗാച്ചവരെ പോട്ടെ, മൃഗം എന്ന് പറഞ്ഞാൽ കൊല്ലണ തെറ്റില്ല ഒന്ന്. ഇനി മനുഷ്യനാണ് നീ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നീ ചെയ്ത പ്രവൃത്തി മനുഷ്യന് ചേർന്നതാണോ? അപ്പൊ ചിലർ ചോദിക്കട്ടോ, അങ്ങനെയാണെങ്കിൽ ഇതേ തെറ്റ് സുഗ്രീവൻ ചെയ്തില്ലേ? ചിലർ ചോദിക്കുമോ, ഇതേ തെറ്റ് സുഗ്രീവൻ ചെയ്തിട്ടില്ല. സുഗ്രീവൻ ബാലിയുടെ പത്നിയെ സ്വീകരിച്ചിട്ടുണ്ട്, ഇല്ല പറയണില്ല. അത് ബലമായിട്ട് സ്വീകരിച്ചതല്ല. ബാലി മരിച്ചു എന്ന് വിചാരിച്ചു, വിധവയായി. വിധവയായപ്പം സംരക്ഷിച്ചു, സ്വീകരിച്ചു, ഇല്ല പറയണില്ല. അത് ബാലി മരിച്ചു എന്ന് കരുതിയിട്ടാണ്. അത് മാത്രമല്ല, സിംഹാസനത്തിൽ ഇരിക്കുന്നത് ആരാ? ബാലിയുടെ ഭാര്യ.
പക്ഷെ അതുപോലെയല്ല ആര് സ്വീകരിച്ചത്? ബാലി സ്വീകരിച്ചത്. അത് തെറ്റാണ്. അതുകൊണ്ട് ധർമ്മം രക്ഷിക്കാനാണ് ഞാൻ ഇവിടേക്ക് വന്നത് എന്നൊക്കെ കാര്യം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. വേറൊന്ന് ബാലി ചോദിക്കുന്നുണ്ട്, നിനക്ക് ഇപ്പോൾ രാവണനെ വധിക്കായിരുന്നെങ്കിൽ നീ ഈ സുഗ്രീവനോട് സഖ്യം ചെയ്തേക്കാൾ നല്ലത് എന്നോട് സഖ്യം ചെയ്യണമായിരുന്നു. കാരണം സുഗ്രീവനേക്കാൾ ശക്തി ആർക്കുണ്ട്? ബാലിക്കുണ്ട്. നമ്മളെച്ചാൽ ബാലിയോട് സഖ്യം ചെയ്യുക. പക്ഷേ രാമൻ ചെയ്തിട്ടില്ല. കാരണം സുഗ്രീവനേക്കാൾ ദുഷ്ടത കൂടും ആർക്ക്? സുഗ്രീവൻ ഇല്ല എന്നും പറയണില്ല, പക്ഷെ അതിനേക്കാൾ കൂടും ബാലിക്ക്. അതുകൊണ്ട് അത്ര വേണ്ട എന്ന് കരുതിയിട്ടാണ്. ആ സമയത്ത് രാമൻ ചോദിക്കുന്നുണ്ട്, ഞാൻ വേണമെങ്കിൽ നിന്നെ സഹായിക്കില്ലായിരുന്നു രാവണനെ വധിക്കാന്ന് ചോദിക്കുമ്പം രാമൻ ചോദിക്കുന്നുണ്ട്, അല്ല ബാലി, നിന്റെ പഴയ കഥയൊന്നും എനിക്ക് അറിയില്ല എന്ന് നീ വിചാരിച്ചു എന്ന്. മരിക്കാറാവുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയും ചിലര്. അതൊന്നും കേട്ട് അവരെ ശരിക്കുള്ള സ്വഭാവം മനസ്സിലാക്കാൻ പറ്റില്ല. ആയ കാലത്ത് എന്തൊക്കെ ചെയ്തുകൊണ്ടത് അത് ശ്രദ്ധിക്കുക തന്നെ വേണം. മരിക്കാറാവുമ്പോൾ ചിലപ്പോൾ വലിയ സാത്വികന്മാരെ പോലെ സംസാരിച്ചതും വരാം. നമ്മളൊക്കെ ആസ്പത്രി കിടക്കുമ്പോൾ നല്ല വർത്താനായിരിക്കും ഇല്ലേ? ഇപ്പോൾ വയ്യ, കയ്യും വയ്യ, കാലും വയ്യ, അപ്പോൾ ഒരു ശത്രുതയൊന്നും ഉണ്ടാവില്ല. രാമായണമൊക്കെ സ്തുതികളൊക്കെ നമ്മൾ പറയും, ഇത്രയേ ഉള്ളൂ, ഞാനപ്പനൊക്കെ ചൊല്ലും, കണ്ടങ്ങിരിക്കും ജനങ്ങളെന്നൊക്കെ നമ്മൾ അവിടെ ഇരുന്ന് പറയും. ഡിസ്ചാർജായ സ്വഭാവം പറയും. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ ആശുപത്രിയിൽ നിന്ന് വർത്തമാനവും ആകെ പ്രയാസപ്പെട്ടിരിക്കുമ്പോഴും മരണം അടുക്കുന്ന സമയത്തുള്ള വർത്തമാനം കണ്ട് നമുക്ക് ആളെ വിലയിരുത്താനൊന്നും പറ്റില്ല. ബാലി അത്ര നല്ല ആളല്ല എന്നുള്ളതാണ് സത്യം. ബാലിയും രാവണനും തമ്മിൽ വലിയ സൗഹൃദമുണ്ട്. ഇടക്കാലത്ത് ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടായി. ബാലി തൻ്റെ വാലിൻ്റെ മുകളിൽ തേത്തെ കൊണ്ട് നടക്കലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം ഇവർ തമ്മിൽ നല്ല യോജിപ്പാണ്. ബെസ്റ്റ് ഫ്രണ്ടാണ് ആര്? ഈ രാവണൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ബാലി. ഒരു പക്ഷേ രാമരാവണ യുദ്ധസമയത്ത് ബാലി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഏത് പാർട്ടിയിലാവും? രാവണന്റെ വലങ്കൈയായിട്ട് വരും. ഇത് ആദ്യം മനസ്സിലാക്കിയിട്ടാവണം രാമൻ തൻ്റെ വളർന്നു വരുന്ന ശത്രുവിനെ ആദ്യം തന്നെ ഇല്ലാണ്ടിയാക്കി. അങ്ങനെയും വ്യാഖ്യാനിക്കാം. അപ്പം അതുകൊണ്ട് അത് പറ്റില്ല. പിന്നെ സമന്മാരമായിട്ട് ചേരുള്ളൂ. സുഗ്രീവനും ഞാനും ഒരേ ദുഃഖം അനുഭവിക്കുന്ന ആളാണ്. ഭാര്യ നഷ്ടപ്പെട്ട ദുഃഖം ഭാര്യ നഷ്ടപ്പെട്ട ആൾക്കാരെ മനസ്സിലാവുള്ളൂ. അവർ തമ്മിൽ ചേർന്നു. ഇനി ബാലിക്കൊരു പരാതിയില്ല എന്ന് രാമായണം സമ്മതിക്കുന്നുണ്ട്. തെറ്റൊക്കെ മനസ്സിലായപ്പോൾ രാമ, ഏതായാലും സന്തോഷം, നിന്റെ കൈകൊണ്ടല്ലേ എന്ന് പറഞ്ഞ് തനിക്ക് വളരെ പ്രിയപ്പെട്ട തൻ്റെ കഴുത്തിലുള്ള മാല തൻ്റെ ഔരസപുത്രൻ തൻ്റെ മകൻ അംഗദൻ അവിടെ ഇരിക്കെ അംഗദന് കൊടുക്കാണ്ട് ആർക്ക് കൊടുത്തു? സുഗ്രീവന് കൊടുത്തു. പറഞ്ഞ സുഗ്രീവനായിട്ട് ഇപ്പം എന്തില്ല, ഒരു ശത്രുത ഇല്ല എന്ന് കാണിക്കാനാണ്. ഇപ്പം അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഈ എന്നെ പോലെ തന്നെ സുഗ്രീവനെ നോക്കണം കേട്ടോ, അച്ഛനായിട്ട് കാണണം എന്ന് പറഞ്ഞിട്ടാണ് മകനെ സുഗ്രീവനെ ഏൽപ്പിച്ചിട്ടാണ് ആര് കണ്ണടയ്ക്കുന്നത്? ബാലി കണ്ണടയ്ക്കുന്നത്. ബാലിക്ക് പരാതിയൊക്കെ നമുക്ക്, ബാലിക്ക് തന്നെ പരാതിയില്ല, തന്നെ കൊന്നു നന്നായി എന്നുള്ള അഭിപ്രായമാണ് ബാലിക്ക്. ഇനി അടുത്ത വലിയ വിഷയം ആണ് സീതയെ ഉപേക്ഷിച്ചില്ല എന്നാണ്. അവിടെയും സീതയെ ഉപേക്ഷിച്ചതിൽ ഏറ്റവും വിഷമാർക്ക? നമുക്ക് ഇവിടെ നിന്ന് പറഞ്ഞിച്ച പോലെ വിഷമം അത് രാമനെന്നില്ലേ? ഇത്രയും നല്ലൊരു പത്നിയെ നഷ്ടപ്പെടുക പറഞ്ഞാൽ, രാമൻ എന്ന രാജാവ് ധൈര്യത്തോടു കൂടി ഉപേക്ഷിക്കുമ്പോഴും രാമൻ എന്ന ഭർത്താവ് പൊട്ടിക്കരയുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ കാണില്ല. ഇനിയിപ്പം തിരിച്ചായി വിചാരിക്കുക, രാമൻ സീതയെ ഉപേക്ഷിച്ചില്ല, രാജ്യം ഉപേക്ഷിച്ചു. എന്താണ് ഇപ്പം കഥ മാറി. രാമൻ വേണമെങ്കിൽ അങ്ങനെ ചെയ്യായിരുന്നു. രാമന് സീതയും കൊണ്ട് സിംഗപ്പൂരോ മലേഷ്യയോ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ അങ്ങോട്ട് പോകായിരുന്നു അല്ലേ? രാജ്യം ഉപേക്ഷിച്ചു, സീതയും കൊണ്ട് അങ്ങോട്ട് പോയാൽ നമ്മളെന്നെ എന്ത് പറയും? കണ്ടില്ലേ പ്രശ്നങ്ങളുടെ കഥ, ഇത്രയേ ഉള്ളൂ. നമ്മൾ പറയാറില്ലേ, ചിലർക്ക് അങ്ങനെ ഉണ്ട്, വലിയ പ്രശ്നങ്ങൾ വരുമ്പോൾ നാട് വിട്ടു പോകും. ഭരണാധികാരി അത്ര പ്രശ്നം വരുമ്പോൾ നാട്ടിലുണ്ടാവില്ല, ഒരു ഫാമിലി ട്രൂത്താണ്. നമ്മളെന്നത് പറയില്ലേ രാമനെ പറ്റി? ഇത് കണ്ടിട്ടാണ് 14 വർഷം ആ ഭരതൻ അദ്ദേഹത്തിന്റെ മെതിയടിയും വെച്ച് ഈ രാജ്യം സംരക്ഷിച്ചത്. 14 വർഷം കഴിഞ്ഞ് തിരിച്ചു വന്ന് രാജ്യം ഭരിക്കുന്നു പറഞ്ഞിട്ടല്ലേ? എന്നിട്ട് രാമൻ കണ്ട് രാമന് പറയുന്നത് ഭാര്യ, ഇങ്ങനെയൊരു സ്ത്രീജിതൻ, അച്ഛനെ പോലെ തന്നെ മകനും എന്നല്ലേ പറയാം. ദശരഥൻ അങ്ങനെയായിരുന്നു. ദശരഥനതല്ലേ വിഷയം, കൈകേയിയോടുള്ള അത്യാസക്തി കൊണ്ടല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടായത്. തൻ്റെ പകുതി പ്രായമുള്ളൂ ആ കൈകേയിക്ക്. കൈകേയിയുടെ അച്ഛൻ കൈകേയെ കൊടുക്കുമ്പോൾ തന്നെ അശ്വപതി, അദ്ദേഹം ആദ്യം പറഞ്ഞിട്ടുണ്ട്, ഇതിലുണ്ടാവുന്ന കുട്ടിക്കല്ലേ അങ്ങ് രാജ്യം കൊടുക്കുക എന്ന് വാക്കും കൊടുത്തിട്ടുണ്ട്. അത് ഉള്ളിലിങ്ങനെ തേട്ടിട്ടുണ്ടാർക്ക് ദശരഥന്. അതുകൊണ്ടാണ് ഭരതൻ ഇല്ലാത്ത സമയത്ത് തന്നെ പെട്ടെന്ന് ദശരഥൻ്റെ ഉദ്ദേശം ശുദ്ധമല്ല. എന്താണ് രാമൻ രാജാവൊക്കെ നല്ല കാര്യം കേട്ടോ, തെറ്റല്ല. പക്ഷേ ഉദ്ദേശം എന്തല്ല, അത് ഇട്ടുപിടുന്നല്ലേ, പെട്ടെന്ന് വേണം. അത് ഭരതൻ അവിടെ ഉണ്ടായാൽ ഭരതൻ ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ല. ഒന്ന് ആലോചിച്ച് നോക്കും, ഭരതൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ. ഭരതൻ്റെ ഒരു വരവുണ്ട്, തിരിച്ചു വന്ന് നേരെ കൗസല്യ തന്നെ തെറ്റിദ്ധരിച്ചു കരുതി കൗസല്യയുടെ കാല് പിടിച്ച് ഭരതൻ കരയണം, അമ്മനെ തെറ്റിദ്ധരിക്കരുത്, ഞാൻ അവിടെ ഇല്ലാണ്ട പോയെന്ന് പറയുമ്പോൾ കൗസല്യ പറയുന്നുണ്ട്, ഉണ്ണി നീ ഉണ്ടായിരുന്നെങ്കിൽ ഈ അർത്ഥമൊന്നും ഇവിടെ നോക്കണേ, നീ ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഉണ്ടാവില്ലായിരുന്നു. ഒക്കെയാണ് നടക്കേണ്ടത് നടക്കണം. അമ്മാവനെ കാണാനായിട്ട് ഭരതൻ പോയ സമയത്ത് പെട്ടെന്ന് തന്നെ ഉത്സാഹിക്കുകയാണ് ആര്?
അപ്പം ഭരതം ഇവിടെ ഇല്ലാത്ത സമയമാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് രാമൻ്റെ ആ പട്ടാഭിഷേകം, രാമനെ യുവരാജാവാക്കണം എന്നുള്ള ആ ഒരു ചിന്ത വന്നു. തൻ്റെ കൂടെയുള്ളവരോടൊക്കെ പറഞ്ഞു, നിങ്ങൾ മറ്റു പത്നിമാരെയൊക്കെ വാർത്ത അറിയിക്കുക. സുമിത്, ഈ കൈകേയിയോട് ഞാൻ തന്നെ പറഞ്ഞോളാം. ആരെന്നെ പറയണം? അത് ദശരഥന് പേടിയുണ്ട്. ഇവരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൈകേയിക്ക് പഴയ വരൊക്കെ ഓർമ്മ വരുമോ, എന്തെങ്കിലും ചോദിക്കുന്നൊക്കെ പേടി ദശരഥനുണ്ട്. അതുകൊണ്ടാണ് കൈകേയിയോട് ഞാൻ തന്നെ പറഞ്ഞോളാം എന്ന് പറഞ്ഞ കൈകേയുടെ അടുത്ത് വരുന്ന സമയത്ത് കൈകേയി എന്തോ ദേഷ്യപ്പെട്ട് നിൽക്കുമ്പോൾ വീണ്ടും ടെൻഷൻ. ഇവൾ അറിഞ്ഞു. അതൊക്കെ വാൽമീകി രാമായണത്തിൽ വ്യക്തമായിട്ട് കാണും. അതുകൊണ്ട് തന്നെ ഇത് വിഘ്നം മുടങ്ങാനുള്ള പ്രധാന കാരണം അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം ശുദ്ധമല്ലായിരുന്നു എന്നുള്ളതാണ്. ഇനി രാമന്റെ ധർമ്മനിഷ്ഠ കാണണമെങ്കിൽ അവിടെ ഒരു സന്ദർഭം, ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി മന്ധര കാരണം വേഗത കൂടുണ്ടാവൂലേ, നമ്മളെന്താ വെച്ചാൽ തീരണമല്ലോ, മുഴുവൻ തോന്നുന്നില്ലെങ്കിലും കുറച്ച് നേരം പറഞ്ഞ് ഒരു പക്കത്ത് എത്തിക്കണമല്ലോ ഉള്ളതുകൊണ്ടാണ്. അവിടെ കൈകേയി മന്ധര കാരണം ആൾ മാറി. കൈകേയിയുടെ സ്വഭാവം നോക്കിയാലും വലിയ അപകടമായിട്ട് നമുക്ക് തോന്നില്ല. കൈകേയിയെ വിവാഹം കഴിച്ച് കൊടുക്കുമ്പോൾ തന്നെ കൈകേയി കുറച്ച് കഴിഞ്ഞ്, കൈകേയി ചെറുപ്പല്ലേ, ആ കുട്ടികളൊക്കെ ആയിട്ട് ഡാൻസും പാട്ടൊക്കെ ആയിട്ട് നടക്കുന്ന സമയത്ത് ഇക്കാര്യം മറന്നുപോയാലോ കരുതിയിട്ട് കൈകേയിയുടെ കൂടെ ആരെ വിട്ടു? അശ്വപതി മന്ധരെ ഡെപ്യൂട്ടേഷൻ, ശമ്പളം അവിടുന്ന്. അശ്വപതിയാണ് ശമ്പളം കൊടുക്കുന്നത്. പണി ഇവിടെ അയോധ്യയിലാണ്. കാരണം ഇവിടെ കുട്ടികളായിട്ട് ഇതൊക്കെ മറന്നുപോകും. അപ്പം നീ വേണ്ട സമയത്ത് ഉപദേശിച്ചിട്ട് എന്ത് ചെയ്യണം, ഈ സംഗതി ഓർപ്പിക്കണം. അതിന് മന്ധരയുടെ പണി കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്, ശമ്പളം കിട്ടുന്ന പണി അത് വൃത്തി ചെയ്യുന്നുണ്ട്. അങ്ങനെ ഏൽപ്പിച്ചതാണ് ആരെ? ഈ മന്ധരെ. കൈകേയിക്ക് രാമനെ വലിയ ഇഷ്ടമാണ്. രാമൻ രാജാവാകുന്നുള്ള വാർത്ത വന്ന് പറഞ്ഞ സമയത്ത് തൻ്റെ വിലപ്പെട്ട മാല അഴിച്ചാർക്ക് കൊടുക്കുന്നുണ്ട്. ഈ നല്ലൊരു വാർത്ത പറഞ്ഞ് നിനക്കിരിക്കട്ടെ എന്ന് പറഞ്ഞ് മന്ധരയുടെ കയ്യിൽ കൊടുക്കുമ്പോൾ മന്ധര അത് വലിച്ചെറിയാണ്. പിന്നെ അങ്ങോട്ട് വിഷകുത്തി വയ്ക്കാൻ തുടങ്ങി. കജളം പറ്റിയാൽ സ്വർണവും നിഷ്പ്രഭം. മന്ധര അങ്ങനെ പറഞ്ഞു അവസാനം എവിടെ എത്തിച്ചു? അവസാനം പറഞ്ഞു, സപത്നി വൈരം, രാമൻ രാജാവായ കൗസല്യ സിംഹാസനത്തിലിരിക്കും, നീ ഇവിടെ വിറ്റടിച്ച് വരേണ്ടി വരും എന്ന് പറഞ്ഞപ്പം അവരൊക്കെ ഏത് സ്ത്രീക്ക് വിഷമല്ലാണ്ടിരിക്കുകയാണ്. അതങ്ങോട്ട് പറഞ്ഞതോടുകൂടി ആള് ഭാവം മാറി. ദശരഥനോട് നീ വരം വാങ്ങണം, നീ ദശരഥന്റെ വീക്ക്നെസ് നീ മനസ്സിലാക്കിക്കോ, രാമനാണ്, രാമനെ പിടിച്ച് സത്യം ചെയ്യണത് വരെ നീ മിണ്ടരുത് എന്നൊക്കെ ഈ മന്ധര പറഞ്ഞു കൊടുത്തു. അതൊക്കെ അങ്ങനെ ചെയ്തു. ഈ വാർത്ത പറഞ്ഞു. ഭരതൻ കാട്ടിലേക്ക് പറഞ്ഞയക്കണം. ദശരഥൻ കെഞ്ചനുണ്ട്, എന്തിനു ഈ ഭരതൻ ഈ രാമൻ കാട്ടിലേക്ക് പോകണം, എന്തിനു ഈ രാമൻ കാട്ടിൽ പോകണമെന്ന് ഇവിടെ ഇരുന്നൂടെ രാമന്, നീ ഈ കാട്ടിലേക്ക് പറഞ്ഞയക്കണമെന്ന് വാശി പിടിക്കുന്നത് എന്തിനാ? മന്ധര ആദ്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, രാമൻ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ജനങ്ങൾ മുഴുവൻ ആരുടെ കൂടെയാവും? രാമന്റെ കൂടെയാവും. അപ്പോൾ രാമനെ പരിസരത്ത് കാണുന്നത് 14 വർഷത്തേക്ക് എത്ര കണ്ട് അതിൻ്റെ പിന്നിലുള്ള ചിന്ത ഉണ്ട്. കാര്യം അങ്ങനെ കൈകേയി കാര്യങ്ങൾ പറഞ്ഞു. രാമനെ വിളിക്കുകയാണ്. തലേ ദിവസം പറഞ്ഞത് രാമനെ രാജാവാക്കുന്നു. ഉടനെ തന്നെ രാമൻ വരുന്നു. അവിടെ എത്തി. അച്ഛന് നിന്നോട് പറയാൻ വിഷമമുള്ളതുകൊണ്ട് ഞാൻ തന്നെ പറയുകയാണ്, നീയാണ് അച്ഛന് ഇത്ര ദുഃഖം ഉണ്ടാവാൻ കാരണം. നീ എനിക്ക് വാക്ക് തരണം. ഞാൻ പറഞ്ഞു നീ കേൾക്കുമെന്ന് വാക്ക് തരികയാണെങ്കിൽ ഞാൻ പറയാം എന്ന് പറയുമ്പം രാമൻ ചോദിക്കുകയാണ്, അമ്മേ ഇത്രയൊക്കെ മുഖവരുടെ ആവശ്യമുണ്ടോ? എന്നെപ്പം അമ്മയ്ക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ലേ? അവിടെയാണ് രാമന്റെ ധർമ്മനിഷ്ഠ വ്യക്തമാക്കുന്ന ആദ്യത്തെ ഭാഗം. നാഹമർത്ഥപരോ ദേവി. അമ്മ ഞാൻ അർത്ഥപരനല്ല. രാമന് സൂചന കിട്ടിയിട്ടുണ്ട്, സംഗതി തന്നെയാണ്. മിക്കവാറും രാജ്യം നിനക്ക് തരില്ല എന്നവൻ പറയുണ്ടാവുക. അത് മനസ്സിലാക്കി രാമൻ പറയുകയാണ്, ഞാൻ അർത്ഥപരനല്ല, എനിക്ക് കാശൊന്നും ഒട്ടും ഞാൻ അത് കണക്കാക്കണില്ല. എനിക്ക് പ്രധാനം എന്താണ്? ധർമ്മമാണ്. വിദ്ധിമാം ഋഷിഭിഹി തുല്യം. എന്നെ ഒരു ഋഷിയായിട്ട് കണ്ടോളൂ, അമ്മയ്ക്ക് പറയാനുള്ളത് പറഞ്ഞോളൂ എന്ന് പറഞ്ഞ സമയത്ത് നീ കാട്ടിലേക്ക് പോകണം, ഭരതനാണ് രാജ്യം ഭരിക്കുക എന്ന് കൈകേയി പറയുന്ന സമയത്ത് കൈകേയിയുടെ ഭാവം തെറ്റാൻ കണ്ട് കേൾക്കുമ്പോൾ രാമൻ അറ്റാക്ക് വന്ന് വീഴുന്ന അങ്ങനെ കൈകേയി പ്രതീക്ഷിക്കുന്നത്. രാമൻ പുഞ്ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ഈ നിസ്സാര കാര്യം പറയാനാണോ അമ്മപ്പം? സംഗതി മാറി നോക്കൂ, കാഴ്ചപ്പാട് വളരെ നന്നായി. കാരണം അത് കുറച്ച് റിസ്ക്കാ, ആ സിംഹാസനത്തിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അത്ര നന്നായതായാലും. കുറച്ച് കാലമായി സീത പറയുന്നുണ്ട് കാട്ടിൽ പോകണം എന്തായാലും നല്ലൊരു അവസരം, നന്നായി. കുറച്ച് സത്സംഗം തരാം, ഈ ഋഷിമാരെ കാണാൻ സാധിച്ചു. രാമനത് അനുഗ്രഹമായി. ഇതിപ്പോൾ ദേഹം മാത്രം ഭരിച്ചാൽ മതി, മറ്റതോ കോടാനുകോടി പ്രജകളെ ഭരിക്കണ്ടേ? അത് അനുഗ്രഹമായിട്ട് കാണും. ഇതാണ് രാമൻ്റെ ആ ഒരു രീതി. അങ്ങനെയാണ്. ഭരതൻ മോശമായിട്ട് കൈകേയിയെ പറ്റി പറയുമ്പോഴും ലക്ഷ്മണൻ പറയുമ്പോഴൊക്കെ രാമൻ പറയുന്നത് വേണ്ട, അങ്ങനെ പറയുന്നത് അമ്മയല്ലേ. അച്ഛനെ പറ്റി ലക്ഷ്മണൻ മോശമായിട്ട് പറയുന്നുണ്ട്. ഈ ഒരു പെൺകോന്തനെ കൊണ്ടാണ് ഈ പ്രശ്നമൊക്കെ ഉണ്ടായത്, നമുക്കത് ഇയാളെ ജയിലിലിട്ട് രാജ്യം ഭരിച്ചാലോ, നീ അങ്ങനെ പറയരുത് ലക്ഷ്മണ, അച്ഛനാണ് എന്ന് പറഞ്ഞിട്ടാണ് ഗുരുവർദ്ധേ ത്യക്ത രാജ്യ. അങ്ങനെയാണ് ഭാഗവത രാമനെ പറ്റി പറയും.
രാമൻ നേടിയ രാജ്യത്തെ പറ്റിയിട്ടോ രാമന്റെ പട്ടാഭിഷേകമോ രാമന്റെ കല്യാണം കഴിയുമെന്നല്ല ശ്രീശുവർക്ക് പ്രധാനം. സർവസംഘ പരിത്യാഗിയാണ് രാമൻ, സർവസംഘ പരിത്യാഗിയാണ് ശ്രീശുഖൻ. അയാൾക്ക് തൻ്റെ പാർട്ടിക്കാരൻ എന്നുള്ള മട്ടിൽ കണക്കാക്കുന്നത് രാമൻ്റെ ഈ യോഗ്യതയാണ്. എത്ര ഫ്ലാറ്റ് വാങ്ങി, എത്ര കാറ് വാങ്ങി, എത്ര രൂപ ശമ്പളം വാങ്ങേണ്ടതല്ല. തെക്തരാജ്യ, രാജ്യം ഒഴിവാക്കി രാമൻ. അതും ഖജനാവ് കാലിയായ രാജ്യമല്ല, ഭണ്ഡാരം കൊണ്ടു പൂർണ്ണ. അത്രയ്ക്കും സമ്പത്തുള്ള വലിയ രാജ്യം തൻ്റെ കയ്യിൽ കിട്ടിയിട്ടും അച്ഛൻ തന്നെ പറഞ്ഞു, നീ എന്നെ ജയിലിട്ട് രാജ്യം ഭരിക്കുക എന്ന് പറഞ്ഞിട്ട് പോലും രാമൻ കൂട്ടാക്കിയില്ല. വലിയൊരു കാര്യത്തിന് വേണ്ടി, അച്ഛൻ്റെ വാക്ക് പാലിക്കാൻ വേണ്ടി രാമൻ രാജ്യം തിരിച്ചു. രാജ്യം ധരിക്കലൊന്നും വലിയ കാര്യമല്ല. പണ്ട് യുധിഷ്ഠിരൻ ധരിച്ചില്ലേ ചൂത് കളിച്ചിട്ട്? ചൂത് കളിച്ച് ധരിക്കലും അച്ഛൻ്റെ വാക്ക് പാലിക്കാൻ ധരിക്കലും ഒരുപോലെയാണ്. ധർമ്മത്തിന് വേണ്ടി ത്യജിച്ചു. അതാണ് രാമൻ്റെ മഹത്വം, അതാണ് രാമൻ്റെ ധർമ്മനിഷ്ഠ. കാട്ടിലേക്ക് പോകുന്ന സമയത്ത് സീത കൂടെ വരുന്നുണ്ട്. സീതയോട് കുറേ പറഞ്ഞു, നീ വരണ്ട സീതയെ, ബുദ്ധിമുട്ടാകും, അവിടെ സമയത്ത് ആഹാരമൊന്നും കിട്ടില്ല, ഉച്ചയാകുമ്പോൾ ചോറ് വേണമെന്ന് പറഞ്ഞാൽ രാവിലെ ഇഡ്ഡലി വേണം എന്ന് പറഞ്ഞാൽ കാട്ടൊന്നും തരാൻ പറ്റില്ല. ഇപ്പോഴുള്ള ആവേശത്തിനെ കണ്ട് പുറപ്പെട്ടിട്ട് കാര്യമില്ല, കുറച്ച് വിഷമം ഉണ്ടാവട്ടോ എന്ന് സീതയോട് പറയുമ്പോൾ സീത പറയുന്നുണ്ട്, ഏതൊരു പുരുഷനും വിഷമാവണ മട്ടിൽ എൻ്റെ അച്ഛനെ മാറിപ്പോയോ? ഒരു പുരുഷന് തന്നെയല്ലേ എന്നെ കല്യാണം കഴിച്ച് കൊടുത്തത്? നോക്കണം, ഇതിലും വലിയൊരു അപമാനം പുരുഷന് വേറെ ഉണ്ടോ എന്ന് വരെ ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം അക്കാലത്ത് ആർക്ക് കൊടുത്തിരുന്നു? അത് കാണിക്കാനാണ് ഇപ്പോൾ പറയുന്നത്. അത്രയ്ക്ക് സ്വാതന്ത്ര്യം. നമ്മൾ പറയാൻ പണ്ട കാലത്ത് സ്ത്രീകൾ മിണ്ടില്ല, അവരെ ശബ്ദാട്ടം കേൾക്കില്ല, ഒന്നും. അന്ന് ആദികാവ്യ. അവിടെ രാമനെ ചീത്ത പറയണാര്? സീത ആളടയിൽ വെച്ചിട്ട്. ഇത്രയും കേട്ടപ്പം രാമൻ പറഞ്ഞാ പോന്നു, ഇവിടെ എവിടെയും കഴിച്ചു കൂട്ടെന്ന് മനസ്സിലായി. ഓ, നീ കൂടെ പോകുമ്പോളോ എന്ന് പറഞ്ഞു. സുഖത്തിൽ മാത്രമല്ല ദുഃഖത്തിലും ഞാൻ കൂടെ ഉണ്ടാവും. ഇത്രയും കാലം സുഖമായിട്ടിരുന്നു, ഞാൻ ഒപ്പം ഉണ്ടായില്ലേ, ദുഃഖത്തിലും ഞാൻ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞ് സഹധർമ്മിണി എന്നുള്ള പദം അന്വർത്ഥമാക്കി. ഒപ്പം ധർമ്മം ചെയ്യുന്നവൾ, ധർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നവൾ എന്നൊക്കെയാണ് അർത്ഥം. രാമൻ അപകടം കാണിക്കുന്നുണ്ടോ തോന്നുമ്പോഴൊക്കെ ആരും ഇടപെടുന്നുണ്ട്. സീതയുടെ തെറ്റിദ്ധാരണയാണ്, എന്നാലും സീത ഇടപെടുന്നുണ്ട്. രാമൻ ആയുധം എടുത്തിട്ട് ഋഷിമാരെ രക്ഷിക്കാൻ വേണ്ടി രാക്ഷസന്മാരുടെ നേരെ യുദ്ധത്തിന് പോകുമ്പം സീത ചോദിക്കുന്നുണ്ട്, അല്ല ഇതിൻ്റെ ആവശ്യമുണ്ടോ? നമ്മളിപ്പോൾ കാഷായം എടുത്ത് വന്നത് ഇതിന് വേണ്ടിയിട്ടാണ്. ഈ അമ്പുമില്ലൊക്കെ അവിടെ വയ്ക്കും, ഇതിൻ്റെ ആവശ്യമുണ്ടോ? അകാരണമായ വൈരന്തിന നമ്മളെ രാക്ഷസന്മാർ ഉപദ്രവിച്ചില്ലല്ലോ. എന്താണ് നമ്മളൊക്കെ പറഞ്ഞ കാര്യമാണ്. നമുക്ക് പ്രശ്നം അപ്പുറത്തെ വീട്ടുകാർക്കല്ലേ, നാട്ടുകാർക്കല്ലേ, നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. നാളെ നമ്മളിലും എത്തും, അത് ചിന്തിക്കണ്ടേ? തിരിഞ്ഞു പറഞ്ഞ നാളെ എവിടെ എത്തും? നമ്മളിലും എത്തും. അപ്പം ചോദിക്കുന്നുണ്ട്, എനിക്ക് അങ്ങയിൽ ഒരു സംശയമില്ല, ഒരു കാര്യത്തിൽ എനിക്ക് അങ്ങയോടൊരു മറുത്തൊരു അഭിപ്രായം ഇല്ല. ഞാൻ ഒരിക്കലും എന്നെയല്ലാണ്ട് വേറൊരു സ്ത്രീയെ മനസ്സിൽ ചിന്തിക്കില്ല എന്ന് എനിക്കറിയാം. അങ്ങ് കളവ് പറയില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷെ അങ്ങ് ഈ ചെയ്യുന്ന പ്രവൃത്തി എനിക്ക് അങ്ങനെ രസമായിട്ട് തോന്നുന്നില്ല. നമ്മൾ ഈ വൽക്കൽ കൊടുത്ത് വന്നിട്ട് അമ്പും വില്ലുമായിട്ട് ഈ രാക്ഷസന്മാരെ കൊല്ലാൻ എന്തിനാ കൂടുതൽ? അവർ നമ്മളെ ഉപദ്രവിച്ചില്ലല്ലോ എന്ന് പറയുന്ന സമയത്ത് അവിടെ രാമൻ സീതയെ വിളിക്കണമെന്ന് എന്താ വെച്ചാൽ, അല്ലയോ മംഗളശീല എന്നാണ്. എന്താണ്? നീ ഒരു പെണ്ണല്ലേ, മിണ്ടാണ്ട് അവിടെ ഇരിക്കുക ഒന്നും അങ്ങനെയൊന്നല്ല. ധർമ്മജ്ഞനാണ്, അല്ലയോ ധർമ്മജ്ഞ, ധർമ്മം അറിയുന്നവളെ, നീ പറഞ്ഞതൊക്കെ ശരി തന്നെ, പക്ഷേ ചെറിയൊരു പ്രശ്നം അവിടെ ഉണ്ട്. നമുക്ക് ഉപദ്രവം ഉണ്ടോ എന്നുള്ളതല്ല നോക്കുക. ഞാനൊരു ക്ഷത്രിയനാണ്. ക്ഷത്രിയൻ്റെ ധർമ്മം എന്ന് പറഞ്ഞാൽ വൽക്കലെടുത്ത് വന്നുള്ളത് ശരി തന്നെയാണ്, പക്ഷെ ആയുധം അപ്പോഴും പേര് വെച്ചിട്ടുണ്ട്. കാട്ടിൽ ധർമ്മം സ്ഥാപിക്കാൻ വന്നതാണ്. നമ്മളെ വ്യക്തിപരമായിട്ട് ബാധിക്കേണ്ടോ ഉള്ളതല്ല. ലോകത്തൊരു പ്രശ്നം വന്നാൽ ഇടപെടണം, അത് ക്ഷത്രിയൻ്റെ ധർമ്മമാണ്. തനിക്ക് പോകുന്നുണ്ടോ ഇല്ല എന്നുള്ളതല്ല. അത് രാമൻ എപ്പോഴും ആ വിഷയം തന്നെ എടുത്തു പറയുന്നു. തൻ്റെ പത്നിയെ ഉപേക്ഷിച്ചതിന് അതിന് വേണ്ടിയിട്ടാണ്. ആർക്ക് വേണ്ടി? ലോകത്തിനൊരു പ്രശ്നം വരരുത്. ഇനിയിപ്പോൾ എൻ്റെ കൂടെ സീത വന്നുകൊണ്ട് ലോകത്തിന് ബുദ്ധിമുട്ട് വേണ്ട. സീത മാറി വന്നാൽ എനിക്കും സീതയ്ക്കല്ലേ ബുദ്ധിമുട്ടുള്ളൂ. ഞങ്ങൾ അങ്ങോട്ട് സഹിച്ചു. ആർക്ക് വേണ്ടി? പ്രജകൾക്ക് വേണ്ടി ഞങ്ങൾ അങ്ങനെ ദുഃഖിച്ചോളാം. എന്നാലും ആര് ദുഃഖിക്കരുത്? പ്രജകൾ ദുഃഖിക്കരുത്. രാമന് വ്യക്തമായിട്ട് അറിയാം മുഖ്യധർമ്മം ഏത്, ഗൗണധർമ്മം ഏത് എന്നുള്ളത്. അത് കാണിക്കാനാണ് രാമായണം തന്നെ. ഒരേ സമയത്ത് രണ്ട് ധർമ്മം വന്നു എന്ന് വരാം. ഒരാൾക്ക് രണ്ട് ധർമ്മം വരും. ഇപ്പം ഞാൻ ഇവിടേക്ക് പ്രഭാഷണത്തിന് പുറപ്പെട്ട് വരുന്ന സമയത്ത് ഞാനൊരു ആക്സിഡൻറ്റ് കണ്ടു വിചാരിക്കുക. വേറെ ആരും കണ്ടിട്ടില്ല, ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. ജീവനുണ്ട്. ഇപ്പം ഇങ്ങോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ രക്ഷപ്പെടും. വരുന്ന വഴിക്ക് അങ്ങോട്ട് കാറിൽ കൊണ്ടുവന്നാൽ മതി, മിംസിലോ രക്ഷപ്പെടും. പക്ഷെ ഞാൻ നോക്കുകയാണ്, സമയം 5:45, 6 മണിക്ക് എത്തണ്ടേ ചുരുങ്ങിയത്. എൻ്റെ മുഖ്യധർമ്മം ഏതാ? പ്രഭാഷണമാണോ അയാളെ രക്ഷിക്കലാണോ? എന്താ അഭിപ്രായം? എന്താ ഇവിടെ വന്നില്ലെങ്കിൽ ഇവിടെ നമുക്ക് കുറച്ച് വിഷമമൊക്കെ ഉണ്ടാവും, എന്നാലും സാരമില്ല, എന്നാലും കുഴപ്പമില്ല. അയാളെ രക്ഷിക്കുകയാണോ വേണ്ടത്? അതാണ് മുഖ്യം. ആ തിരിച്ചറിയാനുള്ള ശേഷി വേണം. അത് രാമനുണ്ടായിരുന്നു. ഒന്നുകൂടി ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഭാര്യ ഗർഭിണിയായി, ആശുപത്രിയിലായി, ഡോക്ടർ ഓപ്പറേഷൻ സമയമായി, അടുത്ത് വന്ന് പറഞ്ഞു ചെറിയൊരു പ്രശ്നം കിട്ടും, ഒന്നെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ കുട്ടി, ഏതെങ്കിലും ഒന്നേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ആ ഭർത്താവ് എന്താ പറയുക? രണ്ടും വേണ്ട പറയും. രണ്ടും വേണ്ട, അങ്ങനെ എന്താ പറയുക?
എന്താ എന്ന് പറയാം, ഒന്നേ കിട്ടുള്ളൂ. എന്ത് പറയും? അതാണ് എന്താ അങ്ങനെ പറയാൻ കാരണം. അപ്പൊ കുട്ടി വേണ്ടതാ? അങ്ങനെയല്ല, കുട്ടി വേണ്ടെന്നല്ല, പക്ഷെ ഒന്നേ കിട്ടുള്ളൂ എങ്കിൽ ഭാര്യ മതി. രാമനതാ വിഷയം, ഒന്നെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ രാജ്യം. എന്താണ്? രണ്ടും കൂടി പറ്റില്ല. ഒന്നെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ രാജ്യം. രാമൻ എന്ന് പറഞ്ഞു, രാജ്യത്തിനോടുള്ള ഭ്രമം കൊണ്ടല്ല, താൻ ഈ രാജ്യം ഉപേക്ഷിച്ചാലുണ്ടാവുന്ന പ്രശ്നത്തെപ്പറ്റി രാമൻ നല്ലപോലെ അറിയാം. കാരണം ഭരതൻ രാജ്യം ഭരിക്കില്ല. ഭരതൻ 14 വർഷം തന്നെ എങ്ങനെയൊക്കെയോ അങ്ങനെ ഒപ്പിച്ചു പോയതാണ്. അത് പരീക്ഷിക്കുന്നുണ്ട് രാമൻ. ഇനിയിപ്പോൾ രാമൻ അന്ന് അങ്ങനെ തരില്ല എന്നൊക്കെ പറഞ്ഞെങ്കിൽ ഇപ്പം ആ കസരപ്പിൽ ഇരുന്നപ്പോഴേ ചിലപ്പോൾ എന്തുണ്ടാവും, തിരക്കെടു കേട്ടു. സംഗതി രസമുള്ള ഏർപ്പാടാ. ഇനിയിപ്പോൾ ഏട്ടൻ വരുമ്പോൾ നീറ്റ് കൊടുക്കണ്ടേ എന്നൊരു ചിന്ത അഥവാ ഭരതനുണ്ടെങ്കിൽ എന്നാൽ പിന്നെ അങ്ങോട്ട് പോകണ്ട. അവിടെ വിഭീഷണൻ ഉണ്ടല്ലോ, വിഭീഷണൻ രാജാവാക്കിയാണ് ലങ്കയിൽ. ഇവിടെ അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ വിഭീഷണന്റെ കൂടെ ഒരു പ്രശ്നമില്ല. വിഭീഷണൻ വെച്ചാൽ സിംഹാസനത്തിൽ ആരിരുത്തും, അങ്ങിരിക്കണമെന്ന് പറഞ്ഞ് ഇരുത്തും ചെയ്യും. അതുകൊണ്ട് ഹനുമാൻ ഒന്ന് പോയി നോക്കി ഒരു പറഞ്ഞപ്പോൾ ഹനുമാൻ നോക്കാൻ പോയി. അവിടെ ചെതൊരുക്കി ചൂട്ടും കത്തിച്ച് നിൽക്കുകയാണ് അവർ. ഭരതൻ സമയം നോക്കി നിൽക്കുകയാണ്. ഒരു ദിവസം വൈകിയാൽ ചാടും. അത്ര പോലും ഒട്ടൽ എന്തിനോടില്ല, ആ രാജ്യത്തോടില്ലാത്ത ആളാണ് ആര്. എന്നാൽ ഒക്കെ വേണ്ടതുപോലെ ഭരിക്കുന്നുണ്ട്. 10 ഇരട്ടി അധികമാക്കിയിട്ടാണ് ധനം തിരിച്ചേൽപ്പിക്കുന്നത്. ആർക്ക്? നമ്മളൊക്കെ കഥയോ ഒന്നും പറയുന്നില്ല. ഇവിടുന്ന് കടം വാങ്ങി. അങ്ങനെ ഭരതൻ ശരിക്കും പറഞ്ഞാൽ ഇവർ തമ്മിൽ നോക്കിയിട്ട് ആരാ ധർമ്മത്തിന്റെ കാര്യത്തിൽ മുമ്പെന്നാണ്? രാമനാണോ ഭരതനാണോ? ലക്ഷ്മണന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. രാമന്റെ കൂടെ സീത ഉണ്ടെന്ന് കൂട്ട്, ലക്ഷ്മണന്റെ കൂടെ ആരാണത്? ഭാര്യ ഇല്ല. ലക്ഷ്മണനാണ് അതിസമർത്ഥൻ. ധർമ്മം എന്നുള്ളത് അദ്ദേഹത്തിന് മുഖ്യമാണ്. താൻ രാമന്റെ കൂടെ പോകുന്നു രാമനെ രക്ഷിക്കാൻ. തൻ്റെ ഭാര്യ ഇവിടെ നിർത്തി. കുടുംബത്ത് പ്രശ്നം ഉണ്ടാകരുത്. ഇവിടുത്തെ കാര്യം നീ നോക്ക്. വീട്ടിലത്തെ കാര്യം നോക്കാൻ സീതയെയും രാമന്റെ കാര്യം നോക്കാൻ ലക്ഷ്മണനും പോയില്ലേ. ആ സമയത്താണ് പ്രധാനപ്പെട്ട ശ്ലോകം. പല ആചാര്യന്മാരുടെ അഭിപ്രായത്തിൽ ഏറ്റവും കേമായിട്ടുള്ള ശ്ലോകം രാമായണത്തിലത് രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജം. പണ്ടൊരാൾ പറഞ്ഞു അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ രാമനും ദശരഥനും വിഡ്ഢി അത്രേ. പിന്നെ എല്ലാവരും കേൾക്കുന്നവർ വിഡ്ഢി, പറയുന്നവർ വിഡ്ഢി, എല്ലാവരും വിഡ്ഢിയാണ്. സംസ്കൃതം പഠിച്ചില്ലെങ്കിൽ വിഷമാണത്. അതല്ല, വിദ്ധി പറഞ്ഞാൽ ബോധിച്ചോളണം, അറിയണം എന്നർത്ഥം. രാമം ദശരഥം വിദ്ധി, രാമനെ നീ ദശരഥനായിട്ട് അറിയണം എന്ന് പറഞ്ഞാൽ രാമനെ ഏട്ടനായിട്ടല്ലേ കണക്കാക്കുന്നത്. പോരാ, ഒന്നും കൂടി അച്ഛനായിട്ട് കാണണം. അതെന്തിനാ അങ്ങനെ പറഞ്ഞു വെച്ചാൽ രാമൻ അച്ഛനായിട്ട് കാണാനല്ല, അടുത്തത് പറയാനാ. അങ്ങനെയാണെങ്കിൽ സീത നിന്റെ ആരാ? ഏട്ടനല്ല, മാം വിദ്ധി. അപ്പൊ ആരായി? അമ്മയായിട്ട് കാണണം. നീ സീതയെ എപ്പോഴും എങ്ങനെ കാണാവൂ? ചിലപ്പോൾ കാട്ടിലാകുമ്പോഴേ ഏട്ടനില്ലാത്ത സമയമൊക്കെ ഉണ്ടാവും. അപ്പോഴും നീ അമ്മയായിട്ട്, അതാണ് അർത്ഥം. അങ്ങനെയൊന്നും അതിൽ വ്യാഖ്യാനമില്ല, പറഞ്ഞ കാര്യമില്ല. അത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ ആരും കണ്ടിട്ടുള്ളൂ? ലക്ഷ്മണൻ കണ്ടിട്ടുള്ളൂ. അതിന് തെളിവ് രാമായണത്ത് പറഞ്ഞില്ലേ, നാഹം ജാനാമി കേയൂരെ പറയണില്ലേ. അവിടെ വാനരന്മാർ ആഭരണം കൊണ്ട് കൊടുത്ത സമയത്ത് ലക്ഷ്മണൻ നോക്കിയിട്ട് പറയാണ്, ഏട്ടാ എനിക്ക് തന്നിട്ട് കാര്യമില്ല, എനിക്കിത് കണ്ടാൽ മനസ്സിലാവില്ല. കേയൂരെ ഞാൻ കണ്ടിട്ട്, തോളുകളെ ഞാൻ കണ്ടിട്ടില്ല, കയ്യിലുള്ള വളകളെ കണ്ടാൽ എനിക്ക് മനസ്സിലാവും, ഞാനൊന്നും വല്ലാണ്ട് നോക്കിയിട്ടില്ല. പക്ഷെ പാദസരം കണ്ട എനിക്ക് അറിയാം കേട്ടോ, ഇത് സംശയമൊന്നുമില്ല, ഇത് അമ്മയുടെ തന്നെയാണ്. കാരണം എന്നും ഞാൻ തൊഴുതു നമസ്കരിക്കുമ്പം ആ പാദം കാണാറുണ്ട്. ഈ പാദത്തിലുള്ള പാദസരം കണ്ടാൽ എനിക്കറിയാം ഇത് അമ്മയുടെയാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹം അത്രയ്ക്ക് ശ്രദ്ധിച്ച് നോക്കിയത് പാദം മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ കണ്ട ആ ലക്ഷ്മണനെ ആര് തെറ്റിദ്ധരിച്ചു? സീത തെറ്റിദ്ധരിച്ചു. അപ്പൊ സീത തെറ്റുകാരിയല്ലേ? കുത്തുവാക്ക് പറഞ്ഞില്ലേ, അത് ലക്ഷ്മണൻ കേട്ടില്ലേ? ലക്ഷ്മണൻ ചെവി പൊത്തി ഓടുകയാണ്. ഇനി എന്ത് വേണമെങ്കിലും വരട്ടെ, ഇനി ഇതിലും വലുതെന്താ വരാനുള്ളത്, ഇനി ഇതിലും വലുതെന്താ. അങ്ങനെ സീത ആ ലക്ഷ്മണനെ ശകാരിച്ചത് മുതൽ സീതയ്ക്ക് വിഷമം തുടങ്ങിയിട്ടുണ്ട്. അത് രാമായണം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതേപോലത്തെ കുത്തുവാക്ക് സീത കേൾക്കേണ്ടി വന്നു. സീതയെ കാട്ടിലേക്ക് ഉപേക്ഷിക്കാൻ പ്രകൃതി ലക്ഷ്മണനെ തന്നെ ഏർപ്പാടാക്കി. ലക്ഷ്മണനെ കൊണ്ടുപോയിട്ട് ഉപേക്ഷിക്കാൻ പറയാൻ വയ്യ. ഉപേക്ഷിക്കാൻ പറയുമ്പോഴേ കുഴപ്പം. പരിത്യാഗം എന്ന് പറഞ്ഞ ഒരു കുഴപ്പമില്ല. സീതാ പരിത്യാഗം. ഒഴിവാക്കുക പറഞ്ഞാൽ മോശമാണ്. ഇത് ഒഴിവാക്കാന്ന് പറയാൻ പറ്റില്ല അവിടെ. കാരണം വല്ല കാട്ടിൽ ഒഴിവാക്കുക പറഞ്ഞാൽ പുലിയുള്ള കാട്ടിലാണെന്ന് നമുക്ക് കുറ്റം പറയാം, രാമനെ കുറ്റം പറയാം. ഇത് എവിടെ ഒഴിവാക്കിയത്? അത് വാൽമീകി. നമ്മളിപ്പം ഭാര്യ ഗർഭിണിയായ സുഹൃത്തുക്കൾ ഉണ്ടാക്കാറില്ലേ? ഇവിടെ മങ്കാവുണ്ട് സുഹൃതം, 2 മാസം നല്ലോണം നോക്കിക്കോളും, കുഴപ്പമൊന്നുമില്ല, നല്ല കുട്ടിയും അമ്മയും കൂടി അങ്ങോട്ട് വരും കഴിഞ്ഞാൽ. അത് വലിയ കുറ്റമായിട്ട് പറയാറുണ്ടോ? അത് അമ്മയും കുട്ടിയെ രക്ഷിക്കാൻ, ഇത്രയേ ഉള്ളൂ. ഭാര്യ ഗർഭിണിയാണ്. ആ സമയത്ത് നല്ലൊരു സ്ഥലം, വാൽമീകിയുടെ ആശ്രമത്തിൽ ഇത്രയും നല്ലൊരു സ്ഥലം ലോകത്ത് വേറുണ്ടോ? അവിടെയുള്ള ഹോമധൂമങ്ങളും അവിടെയുള്ള അദ്ദേഹത്തിൻ്റെ ആ വേദജപവും ഒക്കെ കേട്ട് ആ ഗർഭിണി കഴിയട്ടെ, എന്നുവെച്ചാൽ നല്ല മക്കളുണ്ടാവും, നല്ല കുട്ടികളാവട്ടെ.
എന്ന് കരുതിയിട്ട് തന്നെയാണ്. ആദ്യം തെറ്റിദ്ധരിക്കും, സീതയ്ക്ക് ചില വിഷമങ്ങളൊക്കെ ഉണ്ടാവില്ല പറയണില്ല. പക്ഷേ അത് ആര് പറഞ്ഞു കൊടുക്കും? വേണ്ടതുപോലെ വാൽമീകി ഉപദേശിക്കും. വാൽമീകിയുടെ കൗൺസിലിംഗ് കൊണ്ട് ആര് ശരിയാവും? താൻ പറഞ്ഞാൽ ശരിയാവുന്നില്ല. അങ്ങനെ തന്നെയാണ്, അങ്ങനെ ശരിയാവില്ല. വേറൊരാൾ പറഞ്ഞ് അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് രാമൻ പറഞ്ഞിട്ടില്ല, വാൽമീകി അത് പറഞ്ഞു കൊടുത്ത് ശരിയാക്കി. വാൽമീകി ദശരഥന്റെ സുഹൃത്താണ്. രാമൻ തെറ്റുകാരനാണെങ്കിൽ വാൽമീകി രാമനെ പറ്റി മോശമല്ലേ പറയുള്ളൂ? വാൽമീകി എഴുതിയ രാമായണം എന്തെങ്കിലും മോശം ഉണ്ടോ? ഇനി അത് വേറൊരു വിഷയം. അന്ന് ജനകൻ ജീവിച്ചിരിപ്പുണ്ട്. ആര്? നമ്മുടെ സീതയുടെ അച്ഛൻ അന്നുണ്ട്. അത്ര അപകടക്കാരനൊന്നല്ല, നല്ലോണം ഉശിരുള്ള ആളെന്നെയാണ്. തൻ്റെ മകളെ ഒഴിവാക്കിയാൽ ചോദിക്കണ്ടേ, ഇതിനാണോ ഞാൻ കൈ പിടിച്ചു തന്നത് എന്ന് ചോദിക്കണ്ടേ? ചോദിക്കാൻ വന്നില്ല എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ജനകന് കൃത്യമായിട്ട് അറിയാം, ഇതല്ലാണ്ട് വേറെ വഴി ആർക്കില്ല. രാമനില്ല എന്നുള്ള ഉറപ്പാർക്കുണ്ട്, ജനകനും ഉണ്ട്. പരാതിയൊക്കെ ആർക്കാ? പരാതി നമുക്കാണ് പരാതിയൊക്കെ. ഒന്ന് ആലോചിച്ച് നോക്കും. ഏറ്റവും വലിയ വിഷമം രാമനാണ്. തൻ്റെ മുഖ്യധർമ്മം രാജാവ് എന്നുള്ളതാണ്. കോടാനുകോടി പ്രജകളുടെ മുന്നിൽ താൻ രാജാവാണ്. കേവലം തൻ്റെ പാർട്ടിയുടെ മുന്നിൽ പാർട്ടിയുടെ മുന്നിൽ മാത്രമാണ് ഭർത്താവ്. മുഖ്യമേത രാജ്യവും ഭാര്യയും. എന്തായാലും ഭാരതം രാജ്യം ഭരിക്കില്ല, സംശയമില്ല. ഒഴിവാക്കിയാൽ ആ പ്രജകൾക്ക് കൊടുത്ത വാക്കുണ്ട്, 14 വർഷം കഴിഞ്ഞാൽ തിരിച്ചു വരും ഉറപ്പ് എന്ന് പറഞ്ഞു പോകുന്നതാണ്. തിരിച്ചു വന്ന് താൻ സ്വീകരിക്കാണ്ടിരുന്നാൽ വലിയ ത്യാഗമാണ് ചെയ്തത്. എന്നാലും സീതയെ ഉപേക്ഷിച്ചത് കുറ്റം പറയായിരുന്നു. വേറെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ കഴിച്ചു. അവസരമില്ല എന്ന് പറയണ്ട, അത്രയോ അവസരം ഉണ്ടായിട്ടുണ്ട്. അശ്വമേധയാഗം നടത്തുമ്പം ഋഷിമാർ പറഞ്ഞു ഭാര്യാസമേതനായിട്ട് ചെയ്യേണ്ടതാണ്. വേണമെങ്കിൽ ആ പേര് പറഞ്ഞ് നീയായിരുന്നു. എനിക്ക് മോഹമൊന്നുമില്ലായിരുന്നു. ഋഷിമാരിങ്ങനെ നിർബന്ധിച്ചപ്പോൾ ഞാൻ ഒന്നങ്ങനെ കഴിച്ചു. വേണ്ടിയിട്ടല്ല എന്നൊക്കെ പറയായിരുന്നു. അതിന് അച്ഛൻ 3 കഴിച്ചില്ല, അതുകൊണ്ട് ഞാൻ ഒന്ന് കഴിച്ചാലും ഇപ്പം എന്താ എന്നൊക്കെ ചോദിക്കും ചെയ്യാം. പക്ഷെ അതൊന്നും രാമൻ ചെയ്തില്ല. ആ സ്ഥാനത്ത് സ്വർണത്തിന് ജീവൻ ഉണ്ടെന്നല്ല സങ്കല്പം. അതുകൊണ്ട് സ്വർണ്ണ പ്രതിമ, അതാണ് കാഞ്ചന സീത. സീതയെ ഇരുത്തി യാഗം ചെയ്ത മഹാത്മാവാണ് ആര്? രാമൻ. രാമന്റെ കാര്യത്തിൽ ഭർത്താവ് എന്നുള്ള നിലയ്ക്ക് 100 മാർക്ക് കൊടുക്കാൻ പറ്റുമോ ചോദിച്ചാൽ സംശയമായിരിക്കും. രാവണൻ പറയണ്ട, ശത്രു എന്നുള്ള കാര്യത്തിൽ നല്ല ശത്രു, മാതൃകാ ശത്രു ആര്? രാമൻ. രാവണൻ മാർക്ക് കൊടുക്കുന്നുണ്ട്. രാമരാവണ യുദ്ധസമയത്ത് കാണാം ആ രാമന്റെ ധർമ്മനിഷ്ഠ. രാവണന് ഉറക്കക്ഷീണം. രാമൻ പറയണം മതി, ഇനിയിപ്പോൾ വൈകുന്നേരം ആക്കണ്ട, താൻ പോയി കിടന്നുറങ്ങിയിട്ട് നാളെ വരും. ആരോട്? ആലോചിച്ചു എന്താ ആ ഒരു ധർമ്മനിഷ്ഠ. അത് മാത്രമല്ല, വിഭീഷണ അടുത്തേക്ക് വരുന്ന സമയത്ത് പറയണില്ലേ, വിഭീഷണ ശരണാഗതി. വിഭീഷണൻ വന്ന സമയത്ത് ചർച്ച നടക്കുകയാണ്. വിഭീഷണനെ സ്വീകരിക്കണോ വേണ്ടേ? സുഗ്രീവ, തൻ്റെ അഭിപ്രായം എന്താ? സുഗ്രീവൻ പറഞ്ഞു ഏട്ടനെ പറ്റിച്ച് വരിക, സ്വീകരിക്കണ്ട. എന്താണ്? ഇയാളെ വിശ്വസിക്കാൻ പറ്റുമോ ചോദിക്കുകയാണ് ആര്? ആ വർത്തമാനമാണ് രസം. അപ്പൊ രാമനാണ് ഉടനെ തന്നെ ലക്ഷ്മണനെ നോക്കിയത് ചിരിക്കുന്നുണ്ട്. ചിരിയുടെ അർത്ഥം എന്താ വെച്ചാൽ, ലക്ഷ്മണ ഈ പറഞ്ഞ സുഗ്രീവൻ എങ്ങനെയാണോ എന്നെ ഉപയോഗിച്ച് ഏട്ടനെ കൊന്ന ഇതുവരാണെന്ന് പറയുന്നത്? ഏട്ടനെ പറ്റിച്ച് വരുന്ന ആളെ വിശ്വസിക്കാൻ പാടില്ല, പിന്നെ ഇവനെ വിശ്വസിച്ച് നമ്മളെ കഥയോ എന്നാണ് അതിന്റെ അർത്ഥം. വലിയ വർത്തമാനം. മറ്റുള്ളവരുടെ കുറ്റം കാണാൻ എളുപ്പം കഴിയും, അതേ കുറ്റം ഇയാൾക്കുണ്ട്, അത് കാണുന്നില്ല. ഹനുമാനോട് ചോദിച്ചു. ഹനുമാൻ പറഞ്ഞു കുഴപ്പമില്ല, എന്തായാലും കൂടെ കൂട്ടിക്കോളൂ, പക്ഷേ ഒന്ന് നിരീക്ഷിക്കണം നല്ലത്. ജനങ്ങളുടെ അഭിപ്രായം കേട്ട് നമുക്ക് ഇയാളെ രാക്ഷസം എന്ന് പറയാൻ സാധിക്കില്ല. കാരണം ഏത് വർഗത്തിലും നല്ലതും മോശമൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് കണ്ണുടച്ചങ്ങോട്ട് വേണ്ട. പക്ഷേ ഞാൻ പറഞ്ഞു അതെ, ഞാൻ രക്ഷിക്കുന്നേ പറഞ്ഞിട്ടുള്ളൂ, നോക്കി വിലയിരുത്തിയിട്ട് നീ വിശ്വസ്തനാക്കുള്ളൂ. അങ്ങനെ സ്വീകരിക്കുകയുണ്ടായത്. ഇനിയിപ്പം ഈ സ്ഥാനത്ത് രാവണൻ തന്നെ വന്നാലും എന്താണ് രാമന്റെ യോഗ്യത? ഇനി അത് വേറൊന്ന് ചിന്തിക്കേണ്ട കാര്യം, തൻ്റെ ഭാര്യയെ കൊണ്ടുപോയതുകൊണ്ട് മാത്രമല്ല കേട്ടോ. തൻ്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോയത് മാത്രമല്ല, ആ രാജ്യത്തിൽ ഏതൊരു ഭർത്താവിൻ്റെ ഭാര്യ തട്ടിക്കൊണ്ടായാലും ആരിടപെടും? തോന്നുന്നുണ്ടോ? വലിയ തോന്നുന്നുണ്ടോ? അത് രാമൻ ഇടപെടും. അതാണ് രാമന്റെ പ്രകൃതം, അതാണ് രാജാവിന്റെ ധർമ്മം. ഇനിയിപ്പം ആ രാവണൻ തന്നെ സീതയെ തനിക്ക് തിരിച്ച് സമർപ്പിച്ചു എന്നിട്ടോ ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ ശത്രുവായിട്ട് കാണൂല രാമൻ. അഭയം സർവഭൂതേഭ്യഃ ദദാമി ഏതത് വ്രതം മമ. എൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ രാമ നിന്റെ പാർട്ടിയാ എന്ന് പറഞ്ഞ പാർട്ടി മാറി പിന്നെ അധിക സ്ഥാനം, ഞാൻ അഭയം കൊടുക്കും. അതിനിപ്പം യതിവാ രാവണ, ഇനിയിപ്പോൾ രാവണൻ തന്നെ വന്നാലും ചെയ്തത് തെറ്റായി പോയി എന്ന് പറഞ്ഞ് തിരിച്ചു വന്ന് ഞാൻ സ്വീകരിക്കുമെന്ന് ആര് പറയുന്നുണ്ട്? രാമൻ പറയുന്നുണ്ട്. രാവണ യുദ്ധത്തിൽ രാവണൻ മരിച്ച സമയം വിഭീഷണ നീ വേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്യും എന്ന് പറഞ്ഞ സമയത്ത് വിഭീഷണൻ പറയുന്നുണ്ട് ഞാൻ ചെയ്യില്ല, സംഗതി എൻ്റെ ഏട്ടനാ പറഞ്ഞിട്ട് കാര്യമില്ല, മഹാമോശക്കാരനാ, എനിക്കത് വയ്യ എന്ന് പറഞ്ഞ സമയത്ത് രാമൻ പറയുക മരണാന്തം ച വൈരാണി,
എന്ത് വർത്തമാനം വിഭീഷണ നീ പറയുന്നത്? മരണം വരെയുള്ള ഈ ശത്രുതയൊക്കെ എന്തൊക്കെ പറയുന്നത്? മരിച്ചതല്ലേ, മരിച്ച ആളല്ലേ. നീ ഇപ്പൊ ചെയ്യണില്ലെങ്കിൽ അയാളുടെ കർമ്മം ആര് ചെയ്യും? ഞാൻ അങ്ങോട്ട് ഏട്ടനായിട്ട് കാണും, എന്നിട്ട് ആ രാവണന്റെ പിതൃകർമ്മം ഞാൻ ചെയ്യും എന്ന് പറഞ്ഞ ആളാണ് ആര്? ഇതാണ് രാമന്റെ മഹത്വം. ഇതൊക്കെ കേട്ട് പഠിച്ച് രാമന്റെ ആ ഗുണങ്ങൾ നമ്മളിലേക്ക് വരിക വേണ്ടത്. ഇതൊക്കെ കേട്ട് ഇനിയിപ്പോൾ രാമനെ പോലും ആയില്ലെങ്കിൽ രാമനോടൊരു ബഹുമാനം വേണം. മഹാത്മാഗാന്ധി പറഞ്ഞില്ലേ, രാമരാജ്യമാണ് സ്വപ്നം. ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, രാമൻ രാജാവായാൽ രാജ്യത്തുള്ളവർക്കൊരു വിഷമം ഉണ്ടാവില്ല. കുടുംബക്കാരായാലും നമുക്കറിയില്ല, ചിലപ്പോൾ അവിടെ കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടാവും. ഭാര്യയ്ക്ക് വലിയ സന്തോഷം ഉണ്ടായില്ലെന്ന് വരാം, മക്കൾക്ക് അച്ഛൻ്റെ സ്നേഹം വേണ്ടതുപോലെ കിട്ടിയില്ലെന്ന് വരാം, അതൊക്കെ വരാം. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, പ്രജകൾക്ക് ഒരു വിഷമവും ഇല്ലാണ്ട് സ്വസ്ഥമായിട്ടിരിക്കാൻ സാധിക്കും. ചിലരുടെ ചോദ്യം എന്താ വെച്ചാൽ, ഏതോ ഒരു വീട്ടിൽ ഏതോ ഒരു ദിക്കിൽ ചെറിയൊരാൾ പറഞ്ഞതിൻ്റെ പേരിലാണോ രാമൻ തൻ്റെ ഭാര്യയെ ഉപേക്ഷിക്കുക? അതല്ല. അതിൻ്റെ അർത്ഥം എന്താ ചോദിച്ചാൽ, തനി സാധാരണക്കാരുടെ വീട്ടിൽ പോലും ഈ വക കാര്യം ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ വലിയ ആൾക്കാരുടെ വീട്ടിലൊക്കെ എത്ര ചർച്ച ചെയ്തിട്ടുണ്ടാവും? അതാണ് കണക്കാക്കേണ്ടത്. എല്ലാ ദിക്കിലും ഇത് ചർച്ച ഉണ്ട്. രാമന സീതയെ സ്വീകരിച്ചില്ലേ? എത്ര മോശം. രാമൻ സ്വീകരിച്ചിട്ടില്ലേ? ഈ ചർച്ച എല്ലാ ദിക്കിലും നടക്കുന്നുണ്ട്. രാമന് നല്ല ബോധ്യമുണ്ട് നിരപരാധിയാണ്. പക്ഷേ പണ്ട് കാലത്ത് അത് പറഞ്ഞിട്ട് കാര്യമില്ല. ജനങ്ങളുടെ അഭിപ്രായം മാത്രം നോക്കിയിട്ടേ പറ്റുള്ളൂ. അതുകൊണ്ട് താനും സീതയെ വിട്ടു വന്നാൽ രാജ്യത്തിന് നന്മ ഉണ്ടാവുമെങ്കിൽ അങ്ങനെയാവട്ടെ എന്ന് കരുതി സീതയെ ഉപേക്ഷിച്ചു എന്ന് പറയുമ്പോൾ കുഴപ്പമുണ്ട്. ആ സ്ഥാനത്ത് പറഞ്ഞാൽ മതി. പരിത്യജിച്ചു എന്ന് പറയുമ്പോൾ രാജ്യത്തിന് വേണ്ടി, അതുതന്നെയാണ് ധർമ്മം. അതാണ് രാമായണ കഥ സൂചിപ്പിക്കുന്നത്. ചുരുക്കി പറഞ്ഞതാണ്. വിസ്തരിച്ച് പറയാൻ വെച്ചാൽ ധാരാളം തീരും. രാമായണം പറഞ്ഞ തീരലുണ്ട്. ഇതൊക്കെ അറിയുന്ന വിഷയം തന്നെയായിരിക്കാം. എന്നാലും കുറച്ച് നേരം ഞാനതിലൂടെ അങ്ങനെ സഞ്ചരിച്ചു. ഇന്ന് രാവിലെ മുതൽ തന്നെയാണ് പരിപാടി തന്നെ. അതാണ് 3 കഴിഞ്ഞു. അങ്ങനെ ഇതിലൂടെ സഞ്ചരിക്കാനുള്ള അവസരം എനിക്ക് ഈ ഒരു തപസ്യ കാരണം ഉണ്ടായി. അതുകൊണ്ട് ഞാൻ വളരെ നന്ദിയോടുകൂടി തപസ്യയും ഈ ഒരു സമയത്ത് സ്മരിക്കും, നന്ദി പറയുന്നു. എന്തായാലും കുറച്ച് പേരെ ഇവിടെ കാണാൻ പറ്റി. എല്ലാവരും രാമായണത്തെ പറ്റി നല്ലവണ്ണം അറിയണവരെ മുന്നിൽ വന്നു ഇങ്ങനെ കുറച്ച് നേരം രാമായണത്തെ പറയാൻ സാധിച്ചതൊക്കെ വലിയ സന്തോഷമുണ്ട്. എല്ലാവർക്കും നന്ദി. എല്ലാം ശ്രീരാമചന്ദ്ര സ്വാമിയുടെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു.